ആയിട്ട് വാറ്റിന്റെ ടാക്സബിൾ സപ്ലൈസ്, ഡീംഡ് സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, അങ്ങനെ കുറേ തിയറികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബോറിംഗ് തിയറി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തിയറി ആണ്, ബോറിംഗ് ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് വെച്ച് നമ്മൾ കുറേ ഡിസ്കഷനും നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ടാക്സബിൾ ഏത് വരും, എക്സംപ്റ്റഡ് ഏതൊക്കെ വരും എന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ചെയ്തു നോക്കിയിരുന്നു. കുറേയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ കിട്ടാതെ പോയിട്ടുണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ എസ്പെഷ്യലി നമ്മൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് സെക്ടറിലാണെങ്കിൽ എവിടെയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ച് വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താ വരിക എന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എക്സംഷൻ ചാപ്റ്റർ ബന്ധപ്പെടുത്തി നമ്മൾ റിയൽ എസ്റ്റേറ്റ് സെക്ടർ മാത്രം എടുത്ത് പഠിച്ചു. അതിൽ തന്നെ റെറ്റിന്റെ കേസ് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. പറയ് ജലീൽ, പറയ്. സാർ, ഒരു ഡൗട്ട് ചോദിക്കണം. റെസിഡൻഷ്യലിന് ഇപ്പൊ നമുക്ക് വാറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി, നമ്മളിപ്പോ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ്, നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാഫിന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് ആ ബിൽഡിംഗ് കൊമേഴ്സ്യലായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് നമുക്ക് തരുന്നത് ടാക്സ് ഇൻവോയ്സ് ആണ് തരുന്നത്. അപ്പൊ നമുക്ക് ആ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്ത് പർപ്പസിന് യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചല്ല, നമ്മൾ എങ്ങനെ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് വരിക. അപ്പൊ അവര് കൊമേഴ്ഷ്യൽ ആണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ളതായിട്ട് തന്നെ കാണിക്കാറ്റുള്ളൂ. അപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ? ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മളത് റെസിഡൻഷ്യലിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അവരെങ്ങനെ രജിസ്റ്റർ ചെയ്തതെന്നനുസരിച്ചായിരിക്കും ആ ബിൽഡിങ്ങിന്റെ ട്രീറ്റ്മെന്റ് വരിക. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഇത് പേഴ്സണൽ ആണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും നമ്മളത് കൊമേഴ്ഷ്യൽ പർപ്പസിന് എന്നുള്ള പെർസ്പെക്റ്റീവ് അല്ലേ വരുള്ളൂ? അങ്ങനെയല്ല. നമ്മളെ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എങ്ങനെയാണ്, ആ പ്രോപ്പർട്ടി എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്ത് ആ പർപ്പസിലാണ് വരിക. അതല്ല, അതായത് നമ്മളിപ്പോ ഒരു വാറ്റ് ഇൻവോയ്സ് നമുക്ക് തന്നു, അത് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് അവര് ഇൻവോയ്സ് ചെയ്യുന്ന കമ്പനിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാറ്റ് ക്ലെയിം ചെയ്തൂടെ? പറ്റും. അത്രയല്ലോ, ആ രീതിയിൽ തന്നെ നോക്കിയാ പോരെ? വേറെ ആ രീതിയിൽ തന്നെ നോക്കണ്ടേ? ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ റെട്ടിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റെട്ട് എപ്പോഴൊക്കെ വരിക, ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണ് റെട്ട് വരിക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള ഒരു ഡിസ്കഷനും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് വെച്ചത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ആയിരുന്നു ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള കേസ്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷനാണ്. ഇപ്പം ഇന്നും കൂടി ഒരാൾ ചോദിച്ചിട്ടുള്ളൂ, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാറ്റ് പെയ്ഡ് ഡിലേഡ് അല്ലെങ്കിൽ ഡിലേഡ് വാറ്റ് പേയ്മെന്റ് എന്നൊക്കെ കാണാൻ പറ്റും ചില ആൾക്കാരെ വാറ്റിന്റെ ട്രീറ്റ്മെന്റിൽ. അപ്പൊ അതെന്താ, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാറ്റ് നമ്മൾ കൊടുക്കണ്ടേ ഇമ്പോർട്ടിൽ? ഇപ്പോൾ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. സൗദിയിൽ വാറ്റിന് ഇമ്പോർട്ടിന് വാറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എപ്പോഴും അടക്കേണ്ടി, ഇനി ഇല്ലേ, ഒഴിവാക്കിയിട്ടുണ്ടോ? അതിന്റെ ഇടയിൽ കുറച്ചു കാലം ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിട്ട്, അപ്പൊ സസ്പെൻഷൻ, അപ്പൊ അങ്ങനെ കുറെ ഇമ്പോർട്ട് കുറച്ച് ട്രിക്കിയാണ്. സ്റ്റിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൺഫ്യൂഷൻ ഉള്ള സാധനമാണ് ഇമ്പോർട്ടും അതുപോലെ എക്സ്പോർട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ്പോർട്ട് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഇപ്പോഴും അതിൽ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ ഞാൻ ആ ചാപ്റ്റർ ഒന്ന് സ്കിപ്പ് ചെയ്യല്ല, ഒഴിവാക്കിയതല്ല. ആ ചാപ്റ്ററിന് മുന്നേ ഒരു ചാപ്റ്ററും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് തിരിച്ചു പോകാന്ന് വിചാരിച്ചു. ആ ചാപ്റ്ററിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ അതാണ്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ തിരിച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇത്രയും ദിവസങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഔട്ട്പുട്ടിന്റെ സൈഡാണ്. ഔട്ട്പുട്ടിന്റെ സൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും ഇൻപുട്ടും കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മുടെ വാറ്റിന്റെ ഫുൾ പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുന്നത്. വാറ്റ് അറിയുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻപുട്ടും ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരാൾക്ക് വാറ്റ് അറിയാം. അതാണ് അതിന്റെ ലോജിക്ക്. ഔട്ട്പുട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തത്. ടാക്സബിൾ സപ്ലൈ, ഡീംഡ് സപ്ലൈ, അതുപോലെ പ്ലേസ് ഓഫ് സപ്ലൈ, കാര്യങ്ങളൊക്കെ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടാണ്. കൂടുതലും ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടാണ്. സീറോ റേറ്റഡ്, എക്സംപ്റ്റഡ്, ഇതൊക്കെ ഔട്ട്പുട്ട് ഏതാന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻപുട്ടിന്റെ പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ ഇൻപുട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ
ഇമ്പോർട്ടിലേക്കും എക്സ്പോർട്ടിലേക്കും പോകാം, അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് എക്സ്പോർട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ചാപ്റ്റർ ഇൻപുട്ട് ഇൻ ടാക്സ് അണ്ടർ കേസ് വാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം വാറ്റ് രജിസ്റ്റർ ചെയ്ത ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെയൊക്കെ പറയും, ഡിഡക്റ്റ്, ക്ലെയിം ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും സെയിം പരിപാടി തന്നെ. അതായത് വാറ്റ് എന്ത് ചെയ്യുക, നമ്മൾ അടച്ച വാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിന് നമ്മൾ പറയുന്ന പേരാണത് വാറ്റ് ക്ലെയിം ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ അത് ബോത്ത് പർച്ചേസുമിലും പറ്റും, കമ്പനീൻ്റെ എക്സ്പെൻസുമിലും പറ്റും. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത് പർച്ചേസുമുള്ള ഇൻപുട്ട് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പർച്ചേസ് മാത്രമല്ല, കമ്പനിക്ക് വേറെ എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പർച്ചേസ് അല്ലാതെയും എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, ആ എക്സ്പെൻസുമിലും വാറ്റ് ബില്ല് ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പർച്ചേസും എക്സ്പെൻസും, പർച്ചേസ് ആയിക്കോട്ടെ എക്സ്പെൻസ് ആയിക്കോട്ടെ, വാറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പർച്ചേസുമിലും എക്സ്പെൻസുമിലും നിങ്ങൾ വാറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാറ്റ് രജിസ്റ്റേർഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വാറ്റ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വാറ്റുകൾ 3 എണ്ണമാണ്. പൊതുവേ ഡൊമസ്റ്റിക് സപ്ലൈക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഡൊമസ്റ്റിക് സപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ സൗദിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സെയിലും പർച്ചേസും ഒക്കെ, അതുമുള്ള ഇൻപുട്ടൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് RCM കേസാണ്. RCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് റിലേറ്റഡ് കേസാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടിൻ്റെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ എന്താ, ഇമ്പോർട്ട് അല്ലാത്ത ബാക്കിയുള്ള കേസ് എന്താ, നോർമൽ നമ്മൾ സൗദി അറേബ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള വിൽക്കുന്നതിനും വാങ്ങുന്നതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ കേസിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇൻപുട്ട് പ്രധാനമായിട്ടും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ആദ്യത്തെ സിറ്റുവേഷൻ എക്സംപ്റ്റഡ് ഐറ്റംസുകളാണ്. നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ ഡിസ്കസ് ചെയ്ത സമയത്ത് കുറേ വട്ടം പറഞ്ഞ പോയിന്റാണ് എന്ത്, എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റ് ഇല്ല, അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സംപ്റ്റഡ് സപ്ലൈ ഉള്ള ആൾക്കാർക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അപ്പോൾ എക്സംപ്റ്റഡ് ഐറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് വാറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് എക്കണോമിക് ആക്ടിവിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഐറ്റവുമായി ബന്ധപ്പെട്ടതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ പേഴ്സണൽ പ്രോപ്പർട്ടി മേലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതുമുള്ള ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാരണം ബിസിനസ്സിലുള്ള ഐറ്റത്തിനുള്ള ഇൻപുട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പേഴ്സണലി ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിന് ഉള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അൺലസ് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടാവുകയും ആ ബിസിനസ് വാറ്റ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. നിങ്ങളുടെ പേരിൽ, സ്വന്തം പേരിലുള്ള ബിസിനസ് ആണ്, അത് വാറ്റ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് അപ്പോഴും എന്താണത്, ബിസിനസ് പർപ്പസ് എന്നുള്ള രീതിയിലാണ്. അല്ലാതെ പേഴ്സണൽ ഐറ്റത്തുമ്മിലുള്ള വാറ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ്. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയ ഒരു പോയിന്റുകളാണ്. ഈ 2 പോയിന്റും ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റാണ് ബ്ലോക്ക്ഡ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ഇൻപുട്ട് ടാക്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ചില എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് എക്സംപ്റ്റഡും അല്ല, അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റീവ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 2 കേസുകളൊന്നുമല്ല. അതായത് ആ പ്രൊഡക്റ്റ് എന്താണ്, നോർമൽ 15% വാറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അത് നമ്മൾ ബിസിനസ്സിലുള്ളതാണ്. അപ്പം നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും സൗദിയിൽ ചില പ്രൊഡക്റ്റിന്റെ ഇൻപുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, അവരുടെ സെക്കൻഡ് റൂൾ പ്രകാരം അതും ഇൻപുട്ട് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു നിയമം ഉണ്ടാക്കി, റൂൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈവൻ ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലും ഇതേ പേര് തന്നെ പറയാം, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയും. GSTയിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയും, ഇവിടെ ബ്ലോക്ക്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഒന്നുമില്ല, ആ എക്സ്പെൻഡിച്ചേഴ്സുമുള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്, ഗവൺമെന്റ് സ്ട്രിക്ട്ലി റൂൾ ചെയ്ത് ഇറക്കിയതാണ്. ഇത്ര എക്സ്പെൻഡിച്ചേഴ്സിന് നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ബ്ലോക്ക്ഡ് ഇൻപുട്ട് ടാക്സ് ഏതൊക്കെയാണെന്നുള്ളത്. സൗദി അറേബ്യയിൽ ബ്ലോക്ക്ഡ് ഇൻപുട്ട് ടാക്സിൽ ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നതാണ്, റിയൽ എസ്റ്റേറ്റിന്റെ കേസ്, എക്സംപ്റ്റഡ് സപ്ലൈ വരുന്ന കേസ്. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് അത് എക്സംപ്റ്റഡ് സപ്ലൈ റിയൽ എസ്റ്റേറ്റ് വരുന്ന സമയത്തുള്ളത്. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈൻ്റെ ഒന്നും ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഈവൻ റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, എന്ത്
നമ്മുടെ ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത ഇൻപുട്ടൊക്കെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്. ഇനി പറയുന്നതാണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളത്. നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ് നമ്മൾ ഇതുവരെ പറയാത്താണ്. അതായത് ചില എക്സ്പെൻഡിച്ചേഴ്സിന്റെ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൽ ഒരു എക്സ്പെൻഡിച്ചറാണ് എന്ത്, ഇൻപുട്ട് ഓൺ പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. നമുക്ക് അടിയിൽ നിന്ന് മേലോട്ട് വായിച്ചു പോവാം. ഓക്കെ, ഇൻപുട്ട് ഓൺ പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. പ്രൊഹിബിറ്റഡ് ഗുഡ്സിന്റെ ഇൻപുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ ഈ പ്രൊഹിബിറ്റഡ് ഗുഡ്സ്? സൗദി അറേബ്യയിൽ പ്രൊഹിബിറ്റ് ചെയ്ത ഗുഡ്സ്. ഒരുപാട് കാലം സൗദിയിൽ എന്ത് പ്രൊഹിബിറ്റഡ് ആയിരുന്നു? ലിക്കർ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലിക്കർ എന്തായിരുന്നു? പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ അത് റൂൾ അങ്ങനെ മാറി എങ്ങനെയാണെന്നൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നു. എനിക്കറിയില്ല അതിന്റെ എക്സാക്ട് എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത്. ലിക്കർ ഇപ്പോൾ പ്രൊഹിബിഷൻ ഒഴിവാക്കിയോന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു. റിയൽ ആണോ എന്നും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ലിക്കർ എന്താണ് സൗദിയിൽ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ഞാൻ അറിയുന്ന കുറേ കാലത്തോളം സൗദിയിൽ എന്താണ്, ലിക്കർ പ്രൊഹിബിറ്റഡ് ആണ്. അങ്ങനെ ലിക്കർ പ്രൊഹിബിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ പ്രൊഹിബിറ്റ് ചെയ്ത, അതായത് അനുവദനീയമായിട്ട് സൗദിയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില പ്രൊഡക്ട്സ് ഉണ്ട്, ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സിന്റെ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഗുഡ്സ് അനുവദനീയമല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ബൈ ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ ലിക്കർ, സൗദി അറേബ്യയിൽ ലിക്കർ പ്രൊഹിബിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിക്കറിന്റെ ഇൻപുട്ട്, പിന്നെ അതിനെ കുറിച്ച് ചോദ്യം ഉണ്ടോ? ലിക്കറേ അനുവദനീയമല്ല, അപ്പൊ പിന്നെ ലിക്കറിന്റെ ഇൻപുട്ട് ടാക്സും എന്തല്ല, അനുവദനീയമല്ല. അപ്പൊ അത് നമുക്ക് ബൈ ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. പിന്നീട് പറയുന്നത് മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ടാണ്. ആൻഡ് ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. മോട്ടോർ വെഹിക്കിളുമായുള്ള ഡിസ്കഷൻ, അതായത് കാറിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കാറിൽ അടിച്ച, അത് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം കുറെ ആൾക്കാർ വണ്ടി ഓഫീസ് ആവശ്യത്തിന് വേണ്ടി പോകുന്ന വണ്ടിയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്. വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ മോട്ടറിന്റെ കേസിലുള്ളത്, ഐ മീൻ കാറ്, ബസ്, ഇതൊക്കെ നമ്മൾ ബിസിനസ് യൂസ് ചെയ്യുന്ന കാറിന്റെയും ബസ്സിന്റെയൊക്കെ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, ഇൻപുട്ട് ഓൺ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണ്. രണ്ടാമത്തത് മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട കേസാണ്. നമ്മൾ ആ ഡീപ്പ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഡിസ്കസ് ചെയ്യും. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് കാറ്ററിംഗ് ഇൻ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന, റെസ്റ്റോറൻറ്റ്സിൽ നിന്ന്, ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന കാറ്ററിംഗ് പർപ്പസിനുള്ള, അല്ലെങ്കിൽ ആ കാറ്ററിംഗ് പർപ്പസിലുള്ള വില്ലുമലുള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കമ്പനി ഓഫീസ് സ്റ്റാഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഫുഡ് അറേഞ്ച് ചെയ്യാണ്. റെസ്റ്റോറൻറ്റിൽ എന്ത് ചെയ്യാണ്, ഒരു ഫുഡ് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യണം. അതിന്റെ കാറ്ററിംഗ് ബില്ല് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോട്ടലിന്റെ ബില്ല് വന്നു കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റ് ബില്ല് വന്നു കഴിഞ്ഞാൽ, ആ വാറ്റ് അല്ലെങ്കിൽ ആ ഹോട്ടലിൽ കൊടുക്കുന്ന വാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ എനി ഫോം ഓഫ് എന്റർടൈൻമെന്റ്, സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റി. അപ്പോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഫീസ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 1 വീക്ക് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഒരു ഓഫീസ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പോർട്സ് പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റി ഒക്കെ നടത്തുന്ന പരിപാടികളിലെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യം വേണ്ടി വരിക ഈ 2 ഐറ്റംസ് ആയിരിക്കും. അതായത് എന്റർടൈൻമെന്റ് പർപ്പസ്, സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റി. ഇതിൽ കാറ്റഗറൈസ് ചെയ്ത് വരുന്ന സാധനങ്ങളിൽ, ഓക്കെ, എന്റർടൈൻമെന്റ്, സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റിയിൽ കാറ്റഗറൈസ് ചെയ്ത് വരുന്ന സാധനങ്ങളുടെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിന്റെ കാറ്ററിംഗിൽ റിലേറ്റഡ് ബില്ലുകളിലെ ഇൻപുട്ട് ടാക്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ കമ്പനിക്ക് ഈ പറഞ്ഞ ബില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു മാസം നമ്മൾ ഇൻപുട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ ഈ തരത്തിലുള്ള ഈ റിലേറ്റഡ് ബില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് അത് ഏതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്ലെയിം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ക്ലെയിം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇപ്പൊ ഈ എന്റർടൈൻമെന്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ചിലതൊന്നും നമ്മളെ എന്റർടൈൻമെന്റ് പർപ്പസ് ഒന്നും ആയിരിക്കൂല. ഓക്കെ, ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത് എൻഡ് ആവുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരു ഓഫീസ് പാർട്ടി നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു എന്റർടൈൻമെന്റ് പാർട്ടി ഒന്നുമല്ല. ഓക്കെ, ഒരു ഉദാഹരണത്തിന് കമ്പനി ഒരു മന്ത് എൻഡ് ആയ സമയത്ത് അവരെന്ത് ചെയ്തു, ഒരു വീക്ക്ലി സെമിനാർ നടത്തുകയാണ്. ഓക്കെ, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യണം. സെമിനാർ ആക്ച്വലി എന്തല്ല, ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ഒന്നും അല്ല സെമിനാർ. പക്ഷെ മന്ത് എൻഡ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സെമിനാർ നടത്തുന്നുണ്ട്.
എംപ്ലോയീസിനൊക്കെ ഒന്ന് കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യാം, എംപ്ലോയീസൊക്കെ എന്ത് ചെയ്യും, ഒരു ഓഫീസിൽ ഒരു കോൺഫറൻസ് ഹാളിൽ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെമിനാർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു മന്തിലെ കമ്പനീൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നെക്സ്റ്റ് മന്തിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അക്കൗണ്ടന്റ് ഇത് ബില്ല് ചെയ്ത സമയത്ത് ഇത് എന്ത് രീതിയിൽ ബില്ല് ചെയ്തു, സ്റ്റാഫ് വെൽഫെയർന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് എൻ്റർടൈൻമെൻ്റ് എന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ ബില്ല് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് എന്താണ് ആക്ച്വലി നടന്നതുള്ളത് അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെപ്പോഴും ഒരു ക്വസ്റ്റ്യനബിൾ കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ല എന്ന് വാദിക്കാം, സക്കൊക്കെ എന്ത് ചെയ്യാം, അത് ഇത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണെന്ന് വാദിക്കാം. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ക്വസ്റ്റ്യനബിൾ ആണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ സെമിനാർ പോലത്തെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മന്ത് എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ കമ്പനീൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന മീറ്റിങ്ങിൻ്റെ ഒന്നും എന്തല്ല എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ പെടൂല. എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓഫീസ് പാർട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും, അവർക്ക് വീക്കിലി എന്തുണ്ടാവും, ഒരു ഓഫീസ് പാർട്ടി ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, വീക്കെൻഡ് ആവുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും, ഒരു ഓൾമോസ്റ്റ് കുറേ കമ്പനികൾക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ പോളിസി ഉണ്ട്. അവരെന്താവും വീക്കെൻഡിലോ അല്ലെങ്കിൽ മന്ത് എൻഡിലോ എന്ത് ചെയ്യും, എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യും, പബ്ബിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പബ്ബിലേക്കോ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഒരു ഫ്രീ ആക്സസ് കൊടുക്കും. അവിടെ അവർക്ക് ഡ്രിങ്ക്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ജസ്റ്റ് വേറെ അവിടെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഡിസ്കഷൻ ഇല്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള പർപ്പസിന് വേണ്ടി നടത്തുന്നത്. അത്തരത്തിലുള്ള റിലേറ്റഡ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തുള്ളൂ, ഇൻപുട്ട് ബ്ലോക്ക്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഓഫീസ് പാർട്ടികളും എന്തല്ല, ബ്ലോക്ക്ഡ് അല്ല. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഓഫീസ് പാർട്ടി എന്ന് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഫീസ് ചിലപ്പോൾ മന്ത് എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സെമിനാറോ അസസ്മെൻറ്റോ അല്ലെങ്കിൽ കമ്പനീൻ്റെ പെർഫോമൻസ് ചെക്കിങ്ങോ ഒക്കെ ഈ പറഞ്ഞ റിലേറ്റഡ് എക്സ്പെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ എക്സ്പെൻസ് പോലെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താ, എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിരിക്കണം. ഓക്കെ, അതായത് കമ്പനി എന്ത് ചെയ്യുന്നതായിരിക്കണം, എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസിൻ്റെ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി അതേ പർപ്പസിൽ നടത്തുന്ന സ്ഥലത്ത് നിങ്ങൾ ഹോട്ടൽസിലോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡിൻ്റെ ഇൻപുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇത് രണ്ടുമാണെന്ത്, നമുക്ക് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കൂടുതലും ചെക്ക് ചെയ്യേണ്ട ഒരു രണ്ട് കേസുകൾ ഇത് രണ്ടുമാണ്. ഈ ലാസ്റ്റ് കേസ് നമുക്ക് അധികം വരില്ല, ഏത് പ്രൊഹിബിറ്റഡ് ഗുഡ്സിൻ്റെ ഇൻപുട്ട് നമുക്ക് വരികയില്ല. അപ്പോൾ പിന്നെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വലിയ കാര്യമില്ല. ഇതാണ് എന്ത് വരിക, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ സമയത്ത് നമുക്ക് ബില്ല് വരുമ്പോൾ കൺഫ്യൂഷൻ വരിക. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ലോയും എന്ത് ചെയ്യുന്നില്ല, ഇത് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യണമെന്നില്ല. ഇപ്പോൾ സ്പോർട്സിൽ ഏതൊക്കെ ഉൾപ്പെടുത്തണം ഏതൊക്കെ ഉൾപ്പെടുത്തണ്ടെന്നൊന്നും എന്ത് ചെയ്തില്ല, സക്ക് അങ്ങനെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതൊരു സ്റ്റിൽ കൺഫ്യൂസിങ് ആണ്. ചില സമയത്ത് നമുക്ക് ചില ബില്ല് കാണുമ്പോൾ ഇത് സ്പോർട്സിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ റിസർച്ച് എടുത്തിട്ട് അത്തരം എക്സ്പെൻസ് ബില്ലൊക്കെ വരുന്ന സമയത്ത് ഒന്നും കൂടി എന്ത് ചെയ്യുക, റിസർച്ച് എടുത്തിട്ട് നിങ്ങളുടെ ടാക്സ് പ്രാക്ടീഷണറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടിനോടൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടും കൂടി എന്ത് ചെയ്യുക, അത്തരം ബില്ലിന്റെ ഇൻപുട്ട് ടാക്സ് എടുക്കുക. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അവിടെ എന്ത് ചെയ്യുക, ഒന്ന് വിജിലന്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻപുട്ട് ടാക്സിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള രണ്ട് ഇൻപുട്ടുകൾ പ്രധാനമായിട്ടും. പിന്നെ ഉള്ളത് മോട്ടോർ വെഹിക്കിൾ ആണ്, കാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെഹിക്കിൾ ബസ് ഇതുമായി ബന്ധപ്പെട്ട കേസാണ്. അത് ഞാൻ പറഞ്ഞു സെപ്പറേറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 4 സൗദി അറേബ്യയിൽ ബ്ലോക്ക്ഡ് ഇൻപുട്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്താ, ബ്ലോക്ക്ഡ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റി എടുത്ത് നോക്കാം. സ്പോർട്സ് ആക്ടിവിറ്റി നമുക്ക് പൊതുവേ എല്ലാ ഇൻപുട്ടും എന്തല്ല, ബ്ലോക്ക്ഡ് അല്ല. ഞാൻ പറഞ്ഞു എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ടാണ്, അല്ലെങ്കിൽ അത് ബ്ലോക്ക്ഡ് ഇൻപുട്ടാണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഈവൻ ഇത് രണ്ടും ഉണ്ടായിട്ട് പോലും ചില ഐറ്റത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, സൗദിയിൽ ബ്ലോക്ക്ഡിൻ്റെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ പെട്ടതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 4 സൗദി അറേബ്യയിൽ ബ്ലോക്ക്ഡ് ഇൻപുട്ട് ടാക്സ് ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എക്സംപ്റ്റഡ് സപ്ലൈ, റിയൽ എസ്റ്റേറ്റിൻ്റെ കേസ്, അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആക്ടിവിറ്റി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ബ്ലോക്ക്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിനെയാണ് ബ്ലോക്ക്ഡ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഇപ്പോൾ ഈ ചാപ്റ്ററിന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത് ഈ ചാപ്റ്റർ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞാണ്. ഇനി വേറൊരു ചെറിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻപുട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കലിയും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എങ്കിൽ കൂടി ഞാൻ ഒന്നും കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റിന് സൗദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
ഇൻപുട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും ആദ്യം ചോദിക്കുക അതിൻ്റെ ഇൻവോയ്സ് ആണ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ സാധനം. കാരണം ആൾക്കാർ അത് വലിയ വിലയൊന്നും കൊടുക്കില്ല. ഇൻവോയ്സ് ഇൻപുട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പർച്ചേസ് ഇൻവോയ്സിന് വലിയ വിലയൊന്നും കൊടുക്കില്ല. ചെയ്യുന്ന കമ്പനികളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ചില കമ്പനി എന്ത് ചെയ്യുന്നില്ല, സ്റ്റിൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് IP ഇൻവോയ്സ് അല്ലേ, അപ്പോൾ അവിടെ ഇവിടെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. സൗദിയിൽ സക്കയിൽ ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര വിലയാണ്. അത് ഈവൻ അവർ ഇൻവോയ്സ് കീപ്പ് ചെയ്യേണ്ട രീതി നമുക്കിനി പഠിക്കാനുണ്ട്. ഇൻവോയ്സ് എങ്ങനെ വേണം, എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യണം. അപ്പോൾ ആ ഇൻവോയ്സ് കീപ്പ് ചെയ്യേണ്ട രീതി തൊട്ട് ഇൻവോയ്സ് സ്റ്റോർ ചെയ്യേണ്ട കാലാവധി എത്ര വർഷം വരെ എങ്ങനെ കീപ്പ് ചെയ്യണം, ഇപ്പോൾ ഇൻവോയ്സിങ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും അതെങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് സൗദി ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത് ഇൻപുട്ടിന്റെ കേസിലും അവരെന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഈ ഇൻപുട്ട്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർവീസിന്റെ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ടാവല് നിർബന്ധമാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 3-4 വർഷത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, 3 വർഷത്തെങ്കിലും മിനിമം ആ പർച്ചേസ് ഇൻവോയ്സ് നിങ്ങൾ കീപ്പ് ചെയ്യണം വൃത്തിക്ക്. അതിനും മേലെ പീരീഡ് ഉണ്ട്, 5ഉം 7 ഒക്കെ വരുന്ന കേസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. പക്ഷെ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ആ പർച്ചേസ് ഇൻവോയ്സ് ഒരു 3 വർഷമെങ്കിലും നല്ല വൃത്തിക്ക് കീപ്പ് ചെയ്യണം. കാരണം അത് സക്കയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ക്യാച്ചാണ്. അതായത് സക്കയുടെ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ആ നോട്ടീസ് വേറെ പല കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അതിലൊരു ഇൻവോയ്സ് അവരെന്തായാലും ചോദിക്കും. അതായത് പർച്ചേസ് ഇൻവോയ്സോ സെയിൽസ് ഇൻവോയ്സോ, ഇനി ഒന്നുമില്ലെങ്കിൽ അവരെന്ത് പറയും, ഒരു സാമ്പിൾ ഇൻവോയ്സ് ഇതിന്റെ കൂടെ വെക്കുക എന്നെങ്കിലും പറയും. അപ്പോൾ പർച്ചേസ് ഇൻവോയ്സ്, ഇൻപുട്ട് എടുത്ത പ്രൊഡക്റ്റിന്റെ പർച്ചേസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡോക്യുമെന്റ് ആണ്. നിർബന്ധമായിട്ടും ആസ് ആൻ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ആ കമ്പനീന്റെ ഏത് ഫിനാൻഷ്യൽ പൊസിഷനിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, ഇനി നിങ്ങൾ വാറ്റ് മാത്രം ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പർച്ചേസ് ഇൻവോയ്സുകൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇൻപുട്ട് എടുത്തിട്ടുണ്ടോ ആ ഐറ്റത്തിന്റെ പർച്ചേസ് ഇൻവോയ്സ് കീപ്പ് ചെയ്യൽ മസ്റ്റാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട അതർ ഡോക്യുമെന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾക്ക് എക്സ്ട്രാ ഉണ്ട്. അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഏതെങ്കിലും പർച്ചേസിങ് പാർട്ടിയുമായിട്ട് നമ്മൾ എന്തെങ്കിലും എഗ്രിമെന്റോ കോൺട്രാക്റ്റോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റും കോൺട്രാക്റ്റ് ഒക്കെയാണ് എന്ത് ഈ അതർ ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഡോക്യുമെന്റ്സും ഇൻപുട്ട് എടുക്കുന്നതിന് എവിഡൻസ് ആയിട്ടാണ്. ഇത് എവിഡൻസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഡോക്യുമെന്റ്സ് എന്നുള്ളതിനേക്കാളും കൂടുതൽ സക്ക ഇതിനെ എവിഡൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു അപ്പീലിന് പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു സക്കയ്ക്കൊരു തിരിച്ചൊരു റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ പ്രൂവ് ചെയ്യാനുള്ള പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻവോയ്സ് ആണ്. എസ്പെഷ്യലി ഇൻപുട്ട് എടുത്ത കേസിൽ പർച്ചേസ് ഇൻവോയ്സ് ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് സ്റ്റോൾ ആയിപ്പോയി, അതായത് ആരെങ്കിലും കട്ടുപോയി, ഇനി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, ഡാമേജ് ആയിപ്പോയി, അല്ലെങ്കിൽ ലോസ്റ്റ് ആയി. ഡാമേജ് ആവുമെന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡാമേജ് അല്ല, ഇൻഷുറൻസ് കിട്ടുന്ന രീതിയിലുള്ള ഡാമേജ് അല്ല, ചെറുതായിട്ട് ഒരു 100 യൂണിറ്റിൽ ഒരു 2 യൂണിറ്റ് എന്തായി, കള്ളം കട്ടുകൊണ്ടുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 യൂണിറ്റ് കള്ളം കട്ടുകൊണ്ടുപോയ 2 യൂണിറ്റിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 100 യൂണിറ്റ് നമ്മൾ ഇറക്കിയിരുന്നു, 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തിരുന്നു. നമ്മുടെ 2 യൂണിറ്റ് എന്ത് ചെയ്തു, ഇൻ ബിറ്റ്വീൻ നമ്മൾ സാധനം കൊണ്ടുവരുന്നതിന് ഇടയിൽ എന്തായി, വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ബാക്കി 98 യൂണിറ്റ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുള്ളൂ, കമ്പനിയിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ 98ന്റെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ക്ലെയിം ചെയ്യേണ്ട. പകരം നിങ്ങൾ എന്തിനു തന്നെ ക്ലെയിം ചെയ്തോളൂ, നിങ്ങളുടെ ഇൻവോയ്സിലുള്ള പർച്ചേസ് ഇൻവോയ്സിലുള്ള പോലെ 100 യൂണിറ്റിന് തന്നെ ക്ലെയിം ചെയ്തോളൂ. ഇനി പിന്നീട് എപ്പോഴെങ്കിലും സക്ക നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എത്ര യൂണിറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു കേസ് സിറ്റുവേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഇത് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ്. അതായത് അവിടെ എന്താ വേണ്ടത്, ഈ പറയപ്പെടുന്ന പോലെ പർച്ചേസ് ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, ഒരു കുഴപ്പമില്ല. ചെറിയ പ്രൊഡക്റ്റ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പ്രൊഡക്റ്റ് ഒക്കെ എവിടെയെങ്കിലും ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻപുട്ട് റിലേറ്റഡ് കേസ്. ഇൻപുട്ട് റിലേറ്റഡ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻപുട്ടിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രധാനമായിട്ടും നോക്കേണ്ടിയിരുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബ്ലോക്ക്ഡ് ഇൻപുട്ട് ടാക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം. ഇപ്പോൾ നമുക്ക് ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനീൻ്റെ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും മാറ്റി നിർത്തുക. ഓക്കെ, എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലാത്ത ബാക്കിയുള്ള സൗദി റിലേറ്റഡ് എല്ലാ ട്രാൻസാക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ഔട്ട്പുട്ട് എന്നും ഏതൊക്കെയാണ് ഇൻപുട്ട് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം നമുക്ക് ആ രീതിയിൽ നമ്മളെല്ലാം എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു.
ഇനി ഔട്ട്പുട്ടിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? 15% വരുന്ന ഏതാ, 0 വരുന്ന ഏതാ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ എക്സംഷൻ വരുന്ന ഏതാ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻപുട്ടും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ളതും അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എത്തി നിൽക്കേണ്ട സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻസ് ഞാൻ പറഞ്ഞില്ല, ഒരു കമ്പനിയിലെ ഫുൾ ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ടും ഇൻപുട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. അതിന്റെ വാറ്റ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ടിന് ഏതൊക്കെയാണ് 15% വരിക, ഏതൊക്കെയാണ് 0 വരിക, ഏതൊക്കെയാണ് എക്സംഷൻ വരിക. അതേപോലെ ഇൻപുട്ട് കണ്ടു കഴിഞ്ഞാൽ പർച്ചേസ് ബില്ലുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ പർച്ചേസ് ബില്ലുമേ ഇൻപുട്ട് എടുക്കാൻ പറ്റും, ഏതൊക്കെ പർച്ചേസിന്റെ ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതൊക്കെ എക്സ്പെൻസിന് ഇൻപുട്ട് എടുക്കാൻ പറ്റും, ഏതൊക്കെ എക്സ്പെൻസിന് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ വരെ എത്തിയിട്ടുണ്ടാവണം. ഓക്കെ, അതാണ് എത്തേണ്ടത്. ഇനി ഇത് രണ്ടും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ട് എക്സ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അത് മാറ്റി നിർത്താം. അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റി? ഔട്ട്പുട്ടും കിട്ടി, ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടി. നമ്മൾ ഈ പറഞ്ഞ പോലെ 15% വരുന്ന ഏതൊക്കെയാണ്, 0 ഏതൊക്കെയാണ്, എക്സംഷൻ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്തു. ഇൻപുട്ടിൽ ബ്ലോക്ക്ഡ് അല്ലാത്തതിനൊക്കെ നിങ്ങൾ ഒഴിവാക്കി, ബ്ലോക്ക്ഡിനൊക്കെ ഒഴിവാക്കി, പകരം ഇൻപുട്ട് എടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകളൊക്കെ എടുത്തു. ഒക്കെ നിങ്ങൾ റെഡിയായി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം അല്ലേ? കാരണം ഔട്ട്പുട്ടും ഇൻപുട്ടും കൈ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. അപ്പൊ ടാക്സ് അടക്കണേ എന്ത് ചെയ്യണം? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ നോർമലി എന്താ വിചാരിച്ചത്? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് എത്ര വരുന്നു അതാണ് നമ്മുടെ എന്ത് വരിക? ടാക്സ് വരിക, അല്ലെങ്കിൽ വാറ്റ് വരിക എന്നാ വിചാരിച്ചത്. പക്ഷെ സൗദി ഗവൺമെന്റിൽ നിങ്ങൾക്ക് ടാക്സ് അടക്കാൻ വേറെ കുറച്ച് മെത്തേഡുകളുണ്ട്. വേറെ മെത്തേഡ് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, 2 മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസ് ആണ്. ഓക്കെ, ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസ്, അല്ലെങ്കിൽ ഇതിനെയാണ് ഡിഫോൾട്ട് മെത്തേഡ് എന്ന് പറയാം. ഡിഫോൾട്ട് മെത്തേഡ് നമ്മൾ പറയില്ലേ, സിസ്റ്റം ഒക്കെ ഫോണൊക്കെ ഓൺ ആക്കുമ്പോൾ ഡിഫോൾട്ട് സെറ്റിംഗ്സ് എന്ന് പറയില്ലേ, അതായത് ഇതാണ് ഡിഫോൾട്ട് മെത്തേഡ്. അതായത് നമ്മൾ വാറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾ വാറ്റിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യണം. സൗദിയിൽ നിങ്ങളുടെ ബിസിനസ് വാറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഒരു കോളത്തിൽ ടിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ കോളത്തിൽ നിങ്ങൾ ടിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറ്റ് ഫയൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഈ മെത്തേഡ് പ്രകാരമാണ്. എങ്ങനെ മനസ്സിലായോ? അതായത് നമ്മൾ വാറ്റ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ പോവാണ്, രജിസ്ട്രേഷൻ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഒരു കോളത്തിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഏത് ബേസിസിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിലാണെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ 2 മെത്തേഡുകൾ കാണാൻ പറ്റും. അതിലൊരു മെത്തേഡാണ് എന്ത്? ഇൻവോയ്സ് അക്കൗണ്ടിങ് മെത്തേഡ്. ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട്. അപ്പൊ ആ മെത്തേഡ് പ്രകാരമാണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യും? യെസ് ഓർ നോ സൗദിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ചോദിക്കും. യെസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി രണ്ടാമത് പറയാൻ പോകുന്ന മെത്തേഡ് പ്രകാരമാണ് നിങ്ങൾ എന്ത് ചെയ്യുക? വാറ്റ് ഫയൽ ചെയ്യുക, വാറ്റിന്റെ റിട്ടേൺ ചെയ്യുക, വാറ്റിൽ ടാക്സ് അടക്കുകയൊക്കെ ചെയ്യുക. അത് നിങ്ങൾ ടിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ഗവൺമെന്റ് വാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ അനുവദിക്കുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന മെത്തേഡാണത് ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസ്, അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ്, അല്ലെങ്കിൽ ഡിഫോൾട്ട് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെത്തേഡാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന, പൊതുവെ 99% ബിസിനസ്സും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് രണ്ടാമത്തെ മെത്തേഡ് പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ആദ്യം നമുക്ക് ഈ മെത്തേഡ് എന്താന്ന് പറയാം. ഓക്കെ, അതായത് നമ്മുടെ ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസ് എന്ന് ഉദ്ദേശിച്ചത് അക്കൗണ്ട്സിലുള്ള അക്രൂവൽ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യുക? അക്രൂ ആവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബുക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇത് അക്കൗണ്ടിങ് ക്ലാസ് നമ്മൾ ഒരുപാട് പറഞ്ഞ കേസാണ്, ജസ്റ്റ് ആ ക്ലാസ്സിൽ ഇരിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെൻസ് നമ്മൾ ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസിന് എൻട്രി ഇടും. നമ്മൾ റെന്റ് ഒക്കെ ഇടുന്ന പോലെ, റെന്റ് നമ്മൾ ഡ്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെന്റിന്റെ എൻട്രി ഇടും അല്ലെ? ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് എന്ത് ചെയ്തു? ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. ആ ഷോപ്പ് എന്തായി? ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെന്റ് എന്താവും? ഡ്യൂ ആവും. അതായത് റെന്റ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാവും. പക്ഷെ നമ്മൾ ശരിക്കും റെന്റ് കൊടുത്തിട്ടുണ്ടാവോ? റെന്റ് പൈസ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവോ? പൈസ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ റെന്റ് എന്തായിട്ടുണ്ടാവും? ഡ്യൂ ആയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിങ് ബുക്സ്, നമ്മുടെ ടാലിയോ സോഹോ ഏതാണോ നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ചെങ്കിൽ ആ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? റെന്റിന്റെ എൻട്രി അടിക്കും അല്ലെ? റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. അതായത് റെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്ട് ഇനി കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് ചെയ്തിടും. എന്നിട്ട് പിന്നീട് അടുത്ത മാസമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? ഈ മാസത്തിന്റെ റെന്റ് നമ്മൾ എന്ത് ചെയ്യുക? ശരിക്കും പൈസയായിട്ട് കൊടുക്കുക.
അപ്പൊ നമ്മൾ ഇങ്ങനെ ആ ഒരു മാസം നടന്ന എക്സ്പെൻസ് നമ്മൾ ഡ്യൂ എൻട്രി ഇടുന്നതിന്റെ ലോജിക്ക് എന്താ? അതിന്റെ ലോജിക്ക് അക്കൗണ്ട്സിലുള്ള അക്രൂവൽ കൺസെപ്റ്റ് ആണ് അല്ലെ. അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത് എന്താ? ഏതൊരു മന്ത് അല്ലെങ്കിൽ ഏതൊരു പീരീഡിലാണോ നിങ്ങളുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം അക്രൂ ആവുന്നത്, ആ മന്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ എൻട്രി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡ്യൂ ആവുന്ന മന്തിൽ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ സാലറി എന്ത് ചെയ്യുന്നത്? സാലറി ഇപ്പൊ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റാഫ് വർക്ക് ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാലറിന്റെ ഡ്യൂ എൻട്രി ഇടും അല്ലെ. എല്ലാ സ്റ്റാഫിനുള്ള സാലറി ഡ്യൂ എൻട്രി ഇടും. പിന്നെ ഈ സ്റ്റാഫിനൊക്കെ സാലറി ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും ശരിക്കും കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് നമ്മൾ ബുക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്, അക്കൗണ്ട്സ് ലീവ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്രൂവൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്രൂവൽ മെത്തേഡ്. അക്രൂവൽ മെത്തേഡിൽ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ട്സ്, ഓക്കെ, അക്രൂവൽ മെത്തേഡിലായിരിക്കും 99% ബിസിനസ്സുകളും എന്ത് ചെയ്യുക? അവരുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്യുന്ന അക്കൗണ്ട്സിലുള്ള ബിസിനസ്സുകൾക്ക് ഫോളോ ചെയ്യാവുന്ന മെത്തേഡാണത് ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസ് അല്ലെങ്കിൽ ഡിഫോൾട്ട് മെത്തേഡ്. അതായത് സെക്കൻഡ് ഡിഫോൾട്ട് മെത്തേഡ്, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള, വാറ്റിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള, വാറ്റിൽ ടാക്സ് പേ ചെയ്യാനുള്ള ഡിഫോൾട്ട് മെത്തേഡ് ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരമാണ്. അപ്പൊ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മാസം, ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസംബർ മാസത്തിലാണ് നിൽക്കുന്നത്. ഡിസംബർ മാസത്തിൽ നമ്മൾ ഇട്ട ഇൻവോയ്സ്, അതായത് സെയിൽസ് ബില്ലുകൾ, നമ്മൾ ഇട്ട സെയിൽസ് ബില്ലുകളൊക്കെ ഉള്ള വാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കണം. അതുപോലെ ഡിസംബർ മാസത്തിൽ നമ്മുടെ പർച്ചേസ്, ഓക്കെ, പർച്ചേസ് ഇൻവോയ്സ് നമുക്ക് വന്നു. പർച്ചേസ് ഇൻവോയ്സിലുള്ള ഇൻപുട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസംബർ മാസത്തെ വാറ്റ് റിട്ടേണിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ എന്ത് വേണ്ട? ഈ സെയിൽസിന്റെ കളക്ഷൻ നമുക്ക് കിട്ടിയിട്ട് വേണ്ട, അതായത് പേയ്മെന്റ് നമുക്ക് കിട്ടിയിട്ട് വേണ്ട. നമ്മൾ ജസ്റ്റ് എന്ത് ഇട്ടാൽ മതി? ഇൻവോയ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്തായി? അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം സെയിൽസ് ആയി മാറി. അല്ലെങ്കിൽ പർച്ചേസിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കണം എന്നില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇൻവോയ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി? പർച്ചേസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം. അപ്പൊ ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന കമ്പനിയാണ് എന്ത് ചെയ്യുക? ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അവരാണ് നോർമലി നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. എങ്ങനെ? ടോട്ടൽ ഔട്ട്പുട്ടിൽ നിന്ന് ടോട്ടൽ ഇൻപുട്ട് കുറച്ചിട്ട് ബാലൻസ് വരുന്നതിനെ നെറ്റ് ടാക്സ് ആയിട്ട് കാണാം. അപ്പൊ അത് ഔട്ട്പുട്ടാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് കൂടുതലും ഇൻപുട്ട് കുറവാണെന്നുണ്ടെങ്കിലോ ടാക്സ് നമ്മൾ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് കൊടുക്കാനായിരിക്കും. ഇനി ഇൻപുട്ട് കൂടുതലും ഔട്ട്പുട്ട് കുറവാണെങ്കിലോ ഗവൺമെന്റ് ഇങ്ങോട്ട് ടാക്സ് റീഫണ്ട് തരാനായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങോട്ട് ടാക്സ് പേ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് സെക്കൻഡ് കയ്യിൽ നിന്ന് നമുക്ക് റീഫണ്ട് ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും അനുസരിച്ച് എന്ത് ചെയ്തിരിക്കും? ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇതാണെന്ത് നമ്മളിപ്പോ പറഞ്ഞ ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസ്. ഇനി ഇത് ഒന്നും കൂടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ക്യാഷ് അക്കൗണ്ടിങ് ബേസിസ് മനസ്സിലായാൽ മതി. അക്കൗണ്ട്സ് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരവും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ക്യാഷ് ബേസിസിലും എന്ത് ചെയ്യുക? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ക്യാഷ് ബേസിസിൽ അക്കൗണ്ട്സ് വളരെ കുറച്ച് ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ അല്ലെ. ഒരു അത്യാവശ്യം ഒരു വൃത്തിയിൽ ബിസിനസ് എത്തിക്കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യില്ല? ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിൽ എന്ത് ചെയ്യില്ല? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യില്ല. കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്താ? ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് പറയും നമ്മൾ ടീ സ്റ്റോൾ കണക്കാണെന്നാ പറയാം, ചായപ്പീടിയിലെ കണക്കാന്നാ പറയാം. അതെന്താ ചായപ്പീടിയിലെ കണക്കെന്താ? ഒരു ചായപ്പീടിയിലെ ആൾക്കാരെന്ത് ചെയ്യില്ല, ഞാൻ ചായപ്പീടിക്കാരെ വില കുറച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് പൊതുവെ നമ്മൾ സാധാരണ ചായപ്പീടികളിലൊക്കെ എന്താ ഉണ്ടാവുക? അന്നത്തെ ദിവസത്തെ വരവ് എത്രയെന്ന് എഴുതി വെക്കും. ഒരു ബുക്ക് എടുത്തിട്ട് അന്നത്തെ ദിവസത്തെ വരവ് എഴുതും, അന്നത്തെ ദിവസത്തെ ചെലവ് എഴുതും. എന്നിട്ട് അവസാനം എത്രയാണോ ബാലൻസ് ഉള്ളത് അത് മാത്രം എന്ത് ചെയ്യും? അന്നത്തെ ഫണ്ടായിട്ട് എന്ത് ചെയ്യും? അവർ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകും. ഇത് അവർ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ബുക്കിനകത്ത് എഴുതി വെക്കും. ഇതിനെയാണ് നമ്മൾ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബേസിസ് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിങ് ബേസിസ് എന്ന് പറയാം. അതായത് ഒരു സ്ഥാപനത്തിന്റെ കണക്ക് ക്യാഷിന്റെ ബേസിസിൽ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അതായത് പൈസ വന്നതും പൈസ പോയതും കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള പൈസ എന്ത് ചെയ്യുക? കാണുക. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കമ്പനീന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ രീതിയിൽ വാറ്റ് റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫയൽ ചെയ്താൽ മതി. അത് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, വാറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും എന്ത്? നിങ്ങളെ കമ്പനീന്റെ അക്കൗണ്ട്സ് ക്യാഷ് ബേസിസിലാണോ അക്രൂവൽ ബേസിസിലാണോ? നിങ്ങൾ ക്യാഷ് ബേസിസിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതൊക്കെ ക്യാഷ് ബേസിസിൽ മതി. അതെന്താ ക്യാഷ് ബേസിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഡിസംബർ മാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സെയിൽസ് ഇൻവോയ്സ് അടിച്ചു. കുറച്ച് പാർട്ടിക്കാർക്ക് സെയിൽസ് ഇൻവോയ്സ് അടിച്ചു. അതേ മാസം തന്നെ ഇപ്പൊ ഈ മാസം തന്നെ നമുക്ക് എന്തുണ്ട്? പർച്ചേസും ഉണ്ട്. ഓക്കെ, പർച്ചേസും ഉണ്ട്, സെയിൽസും ഉണ്ട്. ഈ പർച്ചേസുമിലൊക്കെ നമുക്ക് സെയിൽസുമിലൊക്കെ നമുക്ക് ക്യാഷ് കളക്ട് ചെയ്ത ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലെ. ഇൻവോയ്സ് അടിച്ചു വെച്ചിട്ട് എല്ലാ ഇൻവോയ്സും ക്യാഷ് കളക്ട് ആവണമെന്നുണ്ടോ? ഇൻവോയ്സ് അടിച്ചാൽ എന്താണോ?
ക്യാഷ് കളക്ട് ആയി വരണം. അതുപോലെ പർച്ചേസിലൊക്കെ നമ്മൾ ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ പേബിൾസ് ഒന്ന് നമ്മുടെ റിസീവബിൾസ് ആയിക്കാരം, ഒന്ന് നമ്മളെ പേബിൾസ് ആയിരിക്കും. പേബിൾസ് കളക്ട് ആയി വരണം അല്ലെ? നമ്മൾ പർച്ചേസ് ചെയ്തതൊക്കെ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. അതുപോലെ നമ്മൾ സെയിൽ ചെയ്തത്, നമ്മൾ വിറ്റതിൻ്റെ ഒക്കെ പൈസ നമുക്ക് കിട്ടും വേണം. ഇതാണ് ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിൽ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. നമ്മൾ ഈ സെയിൽസ് അല്ല നോക്കുക, പകരം നമ്മൾ എന്ത് ബേസിസിലാണ് ചെയ്യുക? ക്യാഷ് ബേസിസിലാണ് എന്ത് ചെയ്യുക? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മുടെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എത്ര കിട്ടി, നമ്മളെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസ് എത്ര നടത്തി എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സെയിൽസും പർച്ചേസും കാണുക. അപ്പൊ നമ്മുടെ വാറ്റും എന്ത് ചെയ്താൽ മതി? ഈ രീതിയിൽ മതി. അപ്പൊ വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര ക്യാഷിന് സെയിൽ നടത്തിയോ ആ ക്യാഷിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഔട്ട്പുട്ട് കൊടുത്താൽ മതി. നിങ്ങൾ എത്ര ക്യാഷിന്റെ പർച്ചേസ് നടത്തിയോ, അതായത് പർച്ചേസ് ചെയ്ത പാർട്ടിക്ക് എത്ര ക്യാഷ് പേയ്മെന്റ് കൊടുത്തോ അതിന്റെ പേരിലുള്ള ഇൻപുട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ പർച്ചേസ് ബില്ലുമേലെല്ലാം ഉള്ള ഇൻപുട്ട് അല്ല നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് വരിക സെയിൽസ് ബില്ലുമേലല്ല. ഔട്ട്പുട്ട് വരിക എന്തുമില്ല? സെയിൽസ് ബില്ല് അടിച്ചോട്ടെ, പക്ഷെ ആ സെയിൽസ് ബില്ലിൽ എത്ര ക്യാഷ് കളക്ട് ചെയ്തു ആ കളക്ട് ചെയ്ത ക്യാഷിന്റെ പേരിൽ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് വരിക. അതുപോലെ പർച്ചേസുമുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? പർച്ചേസ് ബില്ല് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പർച്ചേസ് ബില്ലുമുള്ള ഒറ്റ ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പകരം എന്തേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? ആ പർച്ചേസ് ബില്ലിൽ എത്ര എമൗണ്ടിന്റെ ക്യാഷ് നിങ്ങൾ പേ ചെയ്തു, അതായത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് എത്ര എമൗണ്ട് പേ ചെയ്തു, ആ പേ ചെയ്ത എമൗണ്ടിലുള്ള ഇൻപുട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതെന്തുകൊണ്ടാ? നിങ്ങൾ ക്യാഷ് ബേസിസിലാണ് നിങ്ങൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് ബേസിസിൽ എന്ത് ചെയ്താൽ മതി? വാറ്റും ഫയൽ ചെയ്താൽ മതി. അപ്പൊ അത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ, വാറ്റിന്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം ഇതിൽ ഏത് മെത്തേഡ് വേണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു 95% ബിസിനസ് ഏതായിരിക്കും? നമ്മൾ ആദ്യം പറയുന്ന, നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ബിസിനസ് ഈ മെത്തേഡ് ആയിരിക്കും, അക്രൂവൽ കൺസെപ്റ്റ് ആയിരിക്കും. കാരണം എന്താ? നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യൽ അക്രൂവൽ കൺസെപ്റ്റ് അല്ലേ? ക്യാഷ് ബേസിസ് ആകുമ്പോൾ അക്രൂവൽ കൺസെപ്റ്റ് ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്യൂ എൻട്രി ഒന്നും ഉണ്ടാവില്ല. സാലറിന്റെ ഡ്യൂ എൻട്രി ഉണ്ടാവില്ല, റെന്റിന്റെ ഡ്യൂ എൻട്രി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് റെസ്യൂബിൾ ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? അവിടെ നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എക്സ്പെൻസിൽ ബുക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ എക്സ്പെൻസിൽ ബുക്ക് ചെയ്യുള്ളൂ. അപ്പൊ റെന്റ്, ഒരു മാസത്തെ റെന്റ് ഡ്യൂ ആയി, ഈ മാസം നമ്മൾ എന്ത് ചെയ്തു? കമ്പനിയിൽ നിന്നതിന്റെ പേരിൽ ഈ മാസം കമ്പനി റെന്റ് വന്നു. പക്ഷെ റെന്റ് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബേസിസിൽ നമ്മൾ റെന്റ് ബുക്ക് ചെയ്യോ? ഇല്ല. റെന്റിന്റെ ഡ്യൂ എൻട്രി നമ്മൾ ഇടൂല. പകരം എപ്പോഴേ ഇടുള്ളൂ? എപ്പോൾ റെന്റ് കൊടുക്കുന്നു അപ്പൊ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ട്സിൽ എൻട്രി ഇടുള്ളൂ. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഇൻപുട്ട് വാറ്റും നമുക്ക് എന്തേ കിട്ടുള്ളൂ? അപ്പോഴേ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെന്റിന് ഡ്യൂ എൻട്രി ഇടുന്ന പോലെ, ഡ്യൂ എൻട്രിമ നമ്മൾ ക്ലെയിം ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പൊ രണ്ട് രീതി ഞാൻ പറഞ്ഞില്ലേ, രണ്ട് രീതിയിൽ നമുക്ക് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. അക്രൂവൽ ബേസിസിലും മെയിൻറ്റെയിൻ ചെയ്യാം, ക്യാഷ് ബേസിസിലും മെയിൻറ്റെയിൻ ചെയ്യാം. അതനുസരിച്ച് നിങ്ങളുടെ വാറ്റ് റിട്ടേണും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. 99% ബിസിനസ്സുകളും നമ്മൾ ആദ്യം പറഞ്ഞ അക്രൂവൽ കൺസെപ്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവിടെ സാലറിന്റെ ഡ്യൂ എൻട്രി ഉണ്ടാവും, റെന്റിന്റെ ഡ്യൂ എൻട്രി ഉണ്ടാവും, പേയബിൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം, അല്ലെങ്കിൽ ഇതാണ് സൗദിന്റെ സക്കന്റെ ഡിഫോൾട്ട് മെത്തേഡ്. നിങ്ങൾ വാറ്റിന്റെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സക്ക നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരാൻ പോകുന്ന മെത്തേഡ് ആദ്യത്തെ മെത്തേഡാണ്. പക്ഷെ നിങ്ങളുടെ കമ്പനി ക്യാഷ് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്കക്ക് രജിസ്ട്രേഷന്റെ സമയത്ത് എന്ത് ചെയ്യണം? പ്രത്യേകം ചൂസ് ചെയ്യണം. ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. എന്ത്? ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിലാണ് അക്കൗണ്ട്സ് എന്നുള്ളത് ചൂസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ വാറ്റ് റിട്ടേണും ആ രീതിയിലാണ് വരിക. ഓക്കെ. അപ്പൊ ഇനി എല്ലാവർക്കും അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിലാണ് ചെയ്താലോ, ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിലാക്കിയാൽ പോരെ എന്ന് തോന്നും. അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാഷ് അക്കൗണ്ടിങ് ബേസിസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ആനുവൽ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് ഇൻ ദ പ്രിസീഡിംഗ് കലണ്ടർ ഇയർ ഡസ് നോട്ട് എക്സീഡ് സൗദി റിയാൽ 5 million ഓർ ആന്റിസിപ്പേറ്റഡ്. അതായത് നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈ. അപ്പൊ ടാക്സബിൾ സപ്ലൈ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയണം എന്തൊക്കെയാണ് ടാക്സബിൾ സപ്ലൈ എന്ന്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടാക്സബിൾ സപ്ലൈയിൽ ഏതൊക്കെ എടുക്കും? 15% വാറ്റ് റേറ്റ് വരുന്നതും 0% വാറ്റ് റേറ്റ് വരുന്ന ടാക്സ് സപ്ലൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടാക്സബിൾ സപ്ലൈ. നമ്മൾ ഓൾറെഡി ഒരുപാട് പറഞ്ഞതാ. ഓക്കെ. അപ്പോ കഴിഞ്ഞ പ്രിസീഡിങ് കലണ്ടർ ഇയർ, കഴിഞ്ഞ കലണ്ടർ ഇയറിൽ നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈ 5 million മേലെ പോവാൻ പാടില്ല. ഓക്കെ. 5 million മേലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റില്ല? ക്യാഷ് അക്കൗണ്ടിങ് ബേസിസ് ചൂസ് ചെയ്യാൻ പറ്റില്ല. 5 million താഴെയാണ് പ്ലസ് നിങ്ങളുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബേസിസിലുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
ക്യാഷ് അക്കൗണ്ടിങ് ബേസിസ് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തിന് മാത്രം വാറ്റ് കൊടുത്താൽ മതി? നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ കളക്ഷന്മ മാത്രം വാറ്റ് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഇൻപുട്ട് ഏതുമല്ലേ എടുക്കാൻ പറ്റുള്ളൂ? നിങ്ങളുടെ പേബിൾ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമ്മ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻപുട്ട് ക്ലെയിം ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ക്യാഷ് അക്കൗണ്ടിങ് ബേസിസ് എല്ലാവർക്കും പോസിബിൾ അല്ല. അതിന്റെ കണ്ടീഷൻ എന്താ? കമ്പനിന്റെ ആനുവൽ ടാക്സബിൾ സപ്ലൈ കഴിഞ്ഞ കലണ്ടർ ഇയറിൽ 5 മില്യൺ ക്രോസ് ചെയ്യാൻ പാടില്ല. 5 മില്യൺ ക്രോസ് ചെയ്യാറേ നിങ്ങൾക്കറിയാം, അത് ചെറിയ കമ്പനി ആയിരിക്കും. 5 മില്യൺ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 5 മില്യൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ കമ്പനിയാണ് അല്ലേ. 5 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ സൗദിയിൽ ക്രോസ് ചെയ്യാൻ വലിയ പണിയൊന്നുള്ള എമൗണ്ട് ഒന്നുമല്ല. അപ്പം 5 മില്യൻ്റെ താഴെയുള്ള കമ്പനിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എന്തുണ്ട്? അവരുടെ അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിലായിരിക്കണം. അപ്പം അക്കൗണ്ട്സ് നേരത്തെ പറഞ്ഞ പോലെ അക്രൂവലും 5 മില്യൺ എത്താത്തതുകൊണ്ട് ഞാൻ ക്യാഷ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാഷിൽ വാറ്റ് രജിസ്ട്രേഷനും വാറ്റ് റിട്ടേൺ ഫയലിംഗും നടത്തുന്നു പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ടിങ് ബേസിസിലാണെന്നുണ്ടെങ്കിൽ സക്കക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നീട് എപ്പോഴെങ്കിലും ഒരു ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റുള്ളൂ. കാരണം രണ്ടും ഒത്തു പോകണമല്ലോ. അപ്പം അക്കൗണ്ട്സും ക്യാഷ് ബേസിസിലായിരിക്കണം. 5 മില്യൻ്റെ താഴെ ആയിരിക്കണം നിങ്ങളുടെ ആനുവൽ ടാക്സബിൾ സപ്ലൈ ഇൻ ദ പ്രിസീഡിങ് കലണ്ടർ ഇയർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ ദ പ്രിസീഡിങ് കലണ്ടർ ഇയർ എന്നാ പറഞ്ഞത്. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ അല്ല, കലണ്ടർ ഇയർ. ഓക്കെ, കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി ടു ഡിസംബർ. ഓക്കെ, കലണ്ടർ ഇയറിൽ പ്രിസീഡിങ് കലണ്ടർ ഇയറിൽ 5 മില്യൻ്റെ താഴെ ആയിരിക്കണം നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പേയ്മെന്റ് ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാഷ് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ. പേയ്മെന്റ് ബേസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ കേസിൽ സെയിൽ നടത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? സെയിൽ ബില്ല് അടിച്ചു വെച്ചിട്ട് ആ സെയിൽ ബില്ലുമ്പോൾ മുഴുവൻ വാറ്റ് കൊടുക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ആ സെയിൽ ബില്ലിന്റെ കളക്ഷൻ എമൗണ്ടും എന്ത് ചെയ്താൽ മതി? ഔട്ട്പുട്ട് കാണിച്ചാൽ മതി. അതുപോലെ പർച്ചേസും എല്ലാത്തിലും നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം പർച്ചേസിൽ നിങ്ങൾ പേയ്മെന്റ് നടത്തിയ ആ പേയ്മെന്റുമ്മ മാത്രമേ ഇൻപുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ക്യാഷ് ബേസിസ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൺസ് നിങ്ങൾ ക്യാഷ് ബേസിസിൽ രജിസ്ട്രേഷൻ എടുത്തു, ഇപ്പൊ ചെറിയ കമ്പനി ആയിട്ടാണ് തുടങ്ങിയത്, ഇപ്പൊ ഒരു 1 മില്യൺ ഒക്കെ എന്തായിട്ടുള്ളൂ ടേൺ ഓവർ, ഈ പറഞ്ഞ പോലെ ടാക്സബിൾ സപ്ലൈ 1 മില്യൺ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളപ്പോൾ ആ സമയത്ത് വാറ്റ് രജിസ്ട്രേഷൻ എടുത്തു എന്ന് വിചാരിക്കുക. 1 മില്യൺ ആയപ്പോൾ നമ്മൾ വാറ്റ് രജിസ്ട്രേഷൻ എടുത്തു. വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടതിന് ശേഷം അപ്പോൾ നമ്മൾ ക്യാഷ് ബേസിസിലാണ് നമ്മുടെ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരമൊന്നുമല്ല. അതായത് കമ്പനി എന്ത് ചെയ്യുന്നില്ല? ഡ്യൂ എൻട്രി ഒന്നും ഇടുന്നില്ല. റെന്റിന്റെ ഡ്യൂ എൻട്രി, റെന്റ് പേയബിൾ, സാലറി പേയബിൾ ഇതൊന്നും ഇടുന്നില്ല. ഓക്കെ, നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ട്സിൽ കാണിക്കുള്ളൂ. സെയിൽസ് ആണെന്നുണ്ടെങ്കിലും എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിലും ക്യാഷ് ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? വാറ്റിന്റെ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ക്യാഷ് ബേസിസിലുള്ള രജിസ്ട്രേഷൻ എടുത്തു. വാറ്റ് റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്യുന്നതും അങ്ങനെയാണ്. പക്ഷേ നമ്മൾ 5 മില്യൺ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയത് ക്യാഷ് ബേസിസിൽ നിന്ന് ഇനി എന്തിലേക്ക് ചാടാം? അക്രൂവൽ ബേസിസിലേക്ക്, അല്ലെങ്കിൽ ഡിഫോൾട്ട് മെത്തേഡിലേക്ക്, അല്ലെങ്കിൽ ഇൻവോയ്സ് അക്കൗണ്ടിങ് മെത്തേഡിലേക്ക്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിലേക്ക് മാറണം തോന്നി. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സക്കയിലേക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ക്യാഷ് ബേസിസിൽ നിന്ന് അക്രൂവൽ ബേസിസിലേക്ക് മാറും. ഇനി നിങ്ങൾ ഒരു വട്ടം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വട്ടം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരണം എന്നുണ്ടെങ്കിൽ 2 വർഷത്തെ എന്തുണ്ട്? ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അതായത് കമ്പനി ക്യാഷ് ബേസിസിലായിരുന്നു അവരുടെ വാറ്റ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തിരുന്നത്. അവരെന്തിലേക്ക് മാറി? അക്രൂവൽ ബേസിസിലേക്ക് പോയി. ഇനി അക്രൂവൽ ബേസിസിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ക്യാഷ് ബേസിസിൽ നിങ്ങൾക്ക് തോന്നുന്ന നേരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചാടാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അക്രൂവൽ ബേസിസിൽ 2 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. 2 വർഷം ഇതേ മെത്തേഡ് പ്രകാരം തന്നെ വാറ്റ് റിട്ടേൺ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? ക്യാഷ് ബേസിസിലേക്ക് തിരിച്ചു വരാം. പക്ഷെ അപ്പോഴും നിങ്ങൾ കണ്ടീഷൻ നോക്കണം. എന്ത്? 5 മില്യൻ്റെ താഴെയാണോ 5 മില്യൻ്റെ മേലെയാണോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ക്യാഷ് ബേസിസിൽ നിന്ന് അക്രൂവൽ ബേസിസിലേക്കും അക്രൂവൽ ബേസിസിൽ നിന്ന് ക്യാഷ് ബേസിലേക്കൊക്കെ മാറുന്ന സമയത്ത് അക്കൗണ്ട്സിൽ കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും അല്ലേ? കാരണം ഒന്ന് ക്യാഷ് ബേസ് ചെയ്തിട്ടായിരുന്നു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് അങ്ങനെയല്ല. ഒന്ന് ഡ്യൂ എൻട്രികൾ ഉണ്ടാവും, സാലറി ഡ്യൂ, റെന്റ് ഡ്യൂ, പേയബിളുകൾ ഉണ്ടാവും, കാര്യങ്ങൾ റെസ്യൂബിൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ലോൺ ഡ്യൂ ആയത്, ലോൺ കൊടുത്ത്, അങ്ങനെ കുറേ ഡ്യൂ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റോടത്ത് അതൊന്നുമില്ല. മറ്റോടത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാഷ് വന്നതും ക്യാഷ് പോയതും, ക്യാഷ് വന്നതും ക്യാഷ് പോയതും. ഒരു എമൗണ്ട് പോലും കൊടുക്കാനുള്ള പോലെയോ കിട്ടാനുള്ള പോലെയോ എന്തുണ്ടാവില്ല? ക്യാഷ് ബേസിസിൽ ഉണ്ടാവില്ല അല്ലേ? ഒക്കെ കൊടുത്തതും
കിട്ടിയതും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അക്രൂവൽ അങ്ങനെയല്ല, കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് അക്കൗണ്ട്സിൽ എന്തുണ്ടാവും, കുറേ എൻട്രീസ് വരും, കുറേ എൻട്രി ഒഴിവാക്കലും കുറേ എൻട്രി വരലൊക്കെ വരുത്തും. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ആ ട്രാൻസിഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്തിലും ഉണ്ടാവും, വാറ്റിലും ഉണ്ടാവും. കാരണം ചില ബില്ലുകൾ ക്യാഷിൽ നിന്ന് അക്രൂവൽ വന്ന സമയത്ത് ചില ബില്ല് വാറ്റിൽ കാണിക്കേണ്ടി വരും, ചില ബില്ല് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് നിങ്ങൾ ഈ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് വാറ്റ് റിട്ടേൺ ഉണ്ടാവുമല്ലോ, ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് വാറ്റ് റിട്ടേണിൽ ആ ചേഞ്ച് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസിഷൻ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് കാണിക്കണം. ഒന്നുമില്ല, എന്ത് ചേഞ്ച് ആണോ വന്നത് ആ ചേഞ്ച് എന്ത് ചെയ്യണം, ഒരു ക്യാഷിൽ നിന്ന് അക്രൂവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്രൂവലിൽ നിന്ന് തിരിച്ച് ക്യാഷിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന ആ ഒരു മന്തിലെ ഫസ്റ്റ് വാറ്റ് റിട്ടേണിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചേഞ്ചസ് ഒക്കെ നടത്തണം. ഓക്കെ, സോ അതാണ് ഈ രണ്ട് മെത്തേഡ് പ്രകാരമുള്ള ടാക്സ് പേയബിൾ. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. രണ്ട് മെത്തേഡ് ഏതൊക്കെയാണ്, ഒന്ന് ഇൻവോയ്സ് അക്കൗണ്ടിങ് ബേസിസും മറ്റേത് ക്യാഷ് ബേസിസും. അപ്പോൾ രണ്ട് മെത്തേഡ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, ടാക്സബിൾ എമൗണ്ടും ഇൻവോയ്സ് വാല്യൂം. ആർക്കും അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. ഒരു ഇൻവോയ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന് ടാക്സബിൾ എമൗണ്ടും ഇൻവോയ്സ് വാല്യൂം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പെന്ന് വിൽക്കുകയാണ് വിചാരിച്ചോ, പെന്നിന് 100 റിയാലാണ് പെന്നിന്റെ വില. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഇതിനെയാണ് നമ്മൾ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയാം. അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്, ടാക്സബിൾ എമൗണ്ട്. ഓക്കെ, ഈ 100 റിയാലുമേലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, വാറ്റ് 15% കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണെന്ത്, വാറ്റ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ടാക്സബിൾ എമൗണ്ടിലേക്ക് വാറ്റ് എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, ഇൻവോയ്സ് എമൗണ്ട്. ഓക്കെ, അതാണ് ഇൻവോയ്സ് എമൗണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ വാറ്റ് നമ്മൾ 100ന്റെ 15% നമ്മൾ എന്ത് ചെയ്യുന്നു, വാറ്റായിട്ട് കാണുന്നു. 100 ടാക്സബിൾ എമൗണ്ട്. അപ്പോൾ ഏത് ട്രാൻസാക്ഷനും എന്തൊക്കെ ഉണ്ടാവും, ഒരു ടാക്സബിൾ എമൗണ്ട് ഉണ്ടാവും. ആ ടാക്സബിൾ എമൗണ്ടിലേക്ക് നമ്മൾ ടാക്സ് എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ആണെന്ത്, ഇൻവോയ്സ് എമൗണ്ട്. അപ്പോൾ ചില സമയത്ത് ടാക്സബിൾ എമൗണ്ട് ഇൻവോയ്സ് എമൗണ്ട് തമ്മിൽ കൺഫ്യൂഷനായി മാറിപ്പോയരുത്. ടാക്സബിൾ ഏതാ ഇൻവോയ്സ് ഏതാന്നുള്ളത് മാറിപ്പോയരുത്. ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു ബില്ലിന്റെ ഇൻവോയ്സ് എമൗണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും, ടാക്സും കൂടിയ എമൗണ്ട് ആണ് നമ്മൾ എന്ത് പറയാ, ഇൻവോയ്സ് എമൗണ്ട് എന്ന് പറയാം. ടാക്സ് ഇല്ലാത്ത ആ പ്രൊഡക്റ്റിന്റെ മാത്രം എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരെന്താ, ടാക്സബിൾ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ഉണ്ട്, ഇൻവോയ്സ് എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവോയ്സ് വാല്യൂ ഉണ്ട്. രണ്ട് തമ്മിൽ മാറിപ്പോയത്. ഇനി ചില സമയത്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് ടാക്സ് മാത്രം എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഒരു ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ നിന്ന് ടാക്സ് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി, ആ ടോട്ടൽ എമൗണ്ടിനെ ഇൻറ്റു ടാക്സ് റേറ്റ്, അതായത് 15 ഡിവൈഡഡ് ബൈ 115 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടാക്സ് മാത്രം കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ഈ ഇക്വേഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ജസ്റ്റ് ഒരു പോയിന്റും കൂടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ഇത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻവോയ്സ് എമൗണ്ടും ക്യാഷ് അക്കൗണ്ടിങ് ബേസിസും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ 5 മില്യൻ്റെ കണ്ടീഷനാണ്. 5 മില്യൻ്റെ താഴെ ബിസിനസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവരുടെ അക്കൗണ്ട്സ് ക്യാഷ് ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വാറ്റും ക്യാഷ് ബേസിസിൽ പേ ചെയ്യാം. ഓക്കെ, ക്യാഷ് ബേസിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാറ്റും പേ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഏതെങ്കിലും ബിസിനസ് എലിജിബിലിറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ 5 മില്യണിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞു 5 മില്യൻ്റെ താഴെയുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ് ബേസിസിൽ വാറ്റ് പേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടേത് ഈ പറഞ്ഞ 5 മില്യൻ്റെ കണ്ടീഷൻ തെറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 20 ഡേയ്സിനുള്ളിൽ സെക്കനെ അറിയിച്ചിട്ട് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് ബേസിസിൽ നിന്ന് അക്രൂവൽ ബേസിസിലേക്ക് മാറണം. 20 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടേൺ ഓവർ 5 മില്യൻ്റെ മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബേസിസിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അക്രൂവൽ ബേസിസിലേക്ക് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് എത്ര ഡേയ്സേ ഉള്ളൂ, 20 ഡേയ്സേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് മറ്റൊരു കേസ്. ഇനി അതുപോലെ തന്നെ ഇൻപുട്ടുമായി ബന്ധപ്പെട്ട കേസാണ്. ഇൻപുട്ടും ടാക്സ് പേയബിളും ടാക്സ് പേയ്മെൻറ്റൊക്കെയുമായി ബന്ധപ്പെട്ട കേസാണ് നമ്മൾ പറയുന്നത്. അതാണ് പ്രൊപ്പോർഷണൽ ഡിഡക്ഷൻ മെത്തേഡ് ഓഫ് ഇൻപുട്ട് ടാക്സ്. ഒന്നുമില്ല, ഇപ്പോൾ ഒരു ഇൻപുട്ട് ടാക്സ് നിങ്ങൾ ടാക്സബിളും എക്സംപ്റ്റഡ് സപ്ലൈക്കും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇൻപുട്ടിനെ പ്രൊപ്പോർഷണലി ഡിഡക്റ്റ് ചെയ്യണം എന്നാ പറയാം. ഓക്കെ, ഒരു ഉദാഹരണം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ,
ഒരു കമ്പനി, ഓക്കെ, നമ്മുടെ കമ്പനിക്ക് എന്നിട്ട് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട്. ഒന്നാമത്തെ എക്കണോമിക് ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പനി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ, കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി റിലീസിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാക്സബിൾ പരിപാടിയാണ് അല്ലേ, ടാക്സബിൾ ആക്ടിവിറ്റിയാണ്. അത് ടാക്സബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. അതിന് 15% ടാക്സ് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്, അതും ലീസിന് കൊടുക്കുകയാണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്തിനു കൊടുത്താലും എന്താണ് ടാക്സബിൾ ആയിട്ടുള്ള കേസാണ്. അതിന് 15% വാറ്റ് വരും. എന്നാൽ അതേ നമ്മുടെ കമ്പനിക്ക് എന്നിട്ട് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ സെയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് എന്ത്, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ എന്തിൽ വിടും, എക്സംഷനിൽ വിടും. ഓക്കെ, അപ്പോൾ ഒരേ കമ്പനി, ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് എന്തുണ്ട്, ഒരു പരിപാടി ടാക്സബിളും ഒരു പരിപാടി എക്സംപ്റ്റഡ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാടുണ്ടാവും. എല്ലാ കമ്പനിയും ടാക്സബിൾ മാത്രം വിൽക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കമ്പനി എക്സംപ്റ്റഡ് മാത്രം വിൽക്കണമെന്നോ ഒന്നൊന്നുമില്ല. ഒരു കമ്പനിക്ക് തന്നെ എന്തുണ്ടാവും, ടാക്സബിളും ഉണ്ടാവും എക്സംപ്റ്റഡും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് ഇൻപുട്ട് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ടാക്സബിൾ സപ്ലൈസ് ഉണ്ടാവണം അല്ലേ. എക്സംപ്റ്റഡ് സപ്ലൈസിന്റെ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടെ ഒരു കമ്പനിക്ക് രണ്ടും ഉണ്ട്, ടാക്സബിളും ഉണ്ട്, കുറച്ച് ഭാഗം ടാക്സബിളും ആണ്, കുറച്ച് ഭാഗം എക്സംപ്റ്റഡും ആണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് എങ്ങനെ ക്ലെയിം ചെയ്യും? അതിനാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത് ഡിഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ഡിഡക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ പ്രൊപ്പോർഷണൽ ഡിഡക്ഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ കമ്പനിക്ക് ഞാൻ പറഞ്ഞു രണ്ട് ടാക്സബിളും ഉണ്ട് എക്സംപ്റ്റഡും ഉണ്ട്. ടാക്സബിൾ ആയിട്ട് 4 lakh ആണ്. ഓക്കെ, 4 lakh റിയാല് ടാക്സബിൾ സപ്ലൈ ആണ്. അതായത് നമ്മളെ കമ്പനി ലീസിന് കൊടുത്തത്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലീസിന് കൊടുത്ത് കിട്ടിയ വരുമാനം അല്ലെങ്കിൽ ഇൻകം എത്രയാണ്, 4 ലക്ഷമാണ്. അതുപോലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയത്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിന്റെ വിൽപ്പന എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അത് കിട്ടിയത് 6 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഒരേ കമ്പനിക്ക് തന്നെ 4 ലക്ഷം ടാക്സബിളും ഉണ്ട്, 6 ലക്ഷം എക്സംപ്റ്റഡും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി, 10 ലക്ഷമായി. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇൻപുട്ട് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കമ്പനിക്ക് എന്തുണ്ട്, 50,000 റിയാല് ഇൻപുട്ട് ഉണ്ട്. 50,000 റിയാൽ ഇൻപുട്ട് വന്നത് ഇന്റർനെറ്റിലും സോഫ്റ്റ്വെയറിലാണ്. കമ്പനിക്ക് ഇന്റർനെറ്റും സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷെ ഇവിടെ വിഷയം എന്താ, ഈ ഇന്റർനെറ്റും സോഫ്റ്റ്വെയറും രണ്ടിനും യൂസ് ചെയ്യും. ടാക്സബിളിനും യൂസ് ചെയ്യും, എക്സംപ്റ്റഡിനും യൂസ് ചെയ്യും. കാരണം കമ്പനിന്റെ ഇന്റർനെറ്റ് ആണ് അല്ലെങ്കിൽ കമ്പനിന്റെ സോഫ്റ്റ്വെയർ ആണ്. അത് ടാക്സബിൾ സപ്ലൈക്ക് മാത്രം അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈക്ക് മാത്രം എന്ന് പറയാൻ പറ്റുമോ? ഇത് കോമൺ എക്സ്പെൻസ് ആണ് അല്ലെ, കോമൺ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ കോമൺ എക്സ്പെൻസുകൾ ഉണ്ടാവും. ടാക്സബിളിനും യൂസ് ചെയ്യും, എക്സംപ്റ്റഡിനും യൂസ് ചെയ്യും. എക്സംപ്റ്റഡിന് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എക്സംപ്റ്റഡ് സപ്ലൈസ് നമ്മൾ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ടാക്സബിളിന് വേണ്ടി മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പറയാം എന്ത്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല, ഈ എക്സ്പെൻസ് കോമൺ ആണ്. ടാക്സബിളിനും കുറച്ചുണ്ട്, എക്സംപ്റ്റഡിനും കുറച്ചുണ്ട്. എന്നാൽ കമ്പനിക്ക് രണ്ട് സെയിലുണ്ടോ, രണ്ടും ഉണ്ട്. ടാക്സബിൾ 4 ലക്ഷം ഉണ്ട്, എക്സംഷൻ ആയിട്ട് 6 ലക്ഷം ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ടോട്ടൽ 50,000 ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊപ്പോർഷണലി ഡിഡക്ട് ചെയ്യണം. പ്രൊപ്പോർഷണലി ഡിഡക്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ എന്താ, ഇതിനെന്ത് ചെയ്യുക, ഭാഗികമായിട്ട് അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യുക, മുറിക്കുക. അപ്പൊ എങ്ങനെയാ മുറിക്കേണ്ടത്, മുറിക്കുന്നതിന്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, പ്രൊപ്പോർഷണൽ ഡിഡക്ഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഒന്നുമില്ല, ടാക്സബിൾ സപ്ലൈസിനെ എന്ത് ചെയ്യുക, ടോട്ടൽ സപ്ലൈസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു എത്രയാണോ നിങ്ങളുടെ എക്സ്പെൻസ് അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ ഇവിടുത്തെ എക്സാമ്പിളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എക്സ്പെൻസ് എത്രയാ, കോമൺ എക്സ്പെൻസ് എത്രയാ, 50,000 ആണ്. അപ്പോൾ 50,000നെ നമ്മൾ പ്രൊപ്പോർഷണലി മുറിക്കുക. എന്തിന്റെ പ്രൊപ്പോർഷണല്, ടാക്സബിളിന്റെ പോർഷൻ. ടാക്സബിൾ എത്രയുണ്ട്, 4 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ ഏതാ, 4 lakh പ്ലസ് എക്സംഷൻ 6 lakh, 10. ഓക്കെ, കമ്പനിന്റെ ടോട്ടൽ സെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അതിൽ 4 ലക്ഷം ടാക്സബിളും ആണ്, 6 ലക്ഷം എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ടോട്ടൽ 10 ലക്ഷമാണ്. അതിൽ 4 ലക്ഷം ടാക്സബിൾ ആണ്. 4 ലക്ഷത്തിന് എന്ത് ചെയ്യുക, ഈ ടോട്ടൽ 50,000 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് നമുക്ക് എന്ത് വരിക, ടോട്ടൽ എക്സംഷനും അല്ലെങ്കിൽ സോറി ടാക്സബിളും അതല്ലാത്തതാണ് നമുക്ക് എന്ത് വരിക, എക്സംഷനിലേക്കും വരിക. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സബിളും എക്സംപ്റ്റഡും സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആൻസർ ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്ന്
കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 50,000 ഇൻറ്റു 4/10 ചെയ്താൽ മതി. അപ്പൊ എത്ര വരിക നോക്കുക. അതുപോലെ 1 സെക്കൻഡ്, ഞാൻ 50,000-നെ 4/10 ചെയ്താൽ എത്ര വരും? 4/10 പറയുമ്പോൾ 20,000 വരുള്ളൂ. ഓക്കെ, ഇത് 60,000 അല്ല, 20,000 എന്ത് വരുള്ളൂ? ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് 20,000 ഉള്ളൂ. ബാക്കി 30,000 ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയാം. ഇത് ഒരു കമ്പനിക്ക് ടാക്സബിളും എക്സംപ്റ്റഡും സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ടിനെ പ്രൊപ്പോർഷണലി ഡിഡക്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എക്സംപ്റ്റഡ് സപ്ലൈസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ടാക്സബിൾ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാനും പറ്റും. പക്ഷെ കമ്പനിക്ക് എന്തുണ്ട്? രണ്ടും ഉണ്ട്, എക്സംപ്റ്റഡ് ഉള്ളതും ഉണ്ട്, ടാക്സബിളും ഉണ്ട്. അപ്പൊ നമുക്ക് ചില എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ചില ഇൻപുട്ട് നമുക്ക് കോമൺ ആയിരിക്കും. അതായത് ടാക്സബിളിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, എക്സംഷനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ കോമൺ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? മുറിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോഴത്തെ ഉദാഹരണത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു കമ്പനിക്ക് 2 ടൈപ്പ് ഓഫ് സെയിലുകൾ ഉണ്ട്. എക്സംപ്റ്റഡ് സെയിൽ 6 ലക്ഷം ഉണ്ട്, ടാക്സബിൾ സെയിൽ 4 ലക്ഷം ഉണ്ട്. അതായത് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ അത് സൗദി വാറ്റിൽ എക്സംപ്റ്റഡ് ആണ്. അങ്ങനെ കമ്പനിക്ക് എന്തുണ്ട്? 6 ലക്ഷം ടേൺ ഓവർ ഈ പറഞ്ഞ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേ കമ്പനിക്ക് തന്നെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുന്ന പരിപാടിയുണ്ട്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലീസിന് കൊടുത്ത് അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 4 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കമ്പനിക്ക് രണ്ടും ഉണ്ട്. കമ്പനിന്റെ ടേൺ ഓവറിൽ 6 ലക്ഷം ഉണ്ട്, 4 ലക്ഷം ഉണ്ട്. എന്നാൽ ഈ കമ്പനി ഈ 2 സെയിലിനും വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരേ സോഫ്റ്റ്വെയർ ആണ്. ഒരേ സോഫ്റ്റ്വെയർ ആണ് അവരെന്ത് ചെയ്യുന്നത്? രണ്ടിനും യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിന്റെ ചാർജ് 50,000 ദിർഹമാണ് വന്നത്. 50,000 സോറി, ദിർഹം അല്ല, റിയാൽ 50,000 ആണ് വന്നത്. ദിർഹം റിയാൽ എന്തോ വിചാരിച്ചു. ഓക്കെ, 50,000 ആണ് നിങ്ങൾ എന്ത് വന്നത്. അപ്പൊ കൺഫ്യൂഷനായി, അക്കൗണ്ടിന് കൺഫ്യൂഷനായി. ഈ 50,000 ചാർജ് അല്ല, 50,000 ഇൻപുട്ട്. ഓക്കെ, 50,000 ഇൻപുട്ട് സോഫ്റ്റ്വെയറിന്റെ ചാർജ് എത്ര ആയിക്കോട്ടെ, ഇതിന്റെ 15%, അതായത് ഏതോ ഒരു എമൗണ്ടിന്റെ 15%ആണിത് അല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യാ? ഡിവൈഡഡ് ബൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 50,000 ഇൻപുട്ട് ഉണ്ട്, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് 50,000 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് മുഴുവൻ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റൂലേ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, ഈ ഫുൾ ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റുമോ പറ്റൂല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണെന്ത്? എക്സംപ്റ്റഡിന് ഇൻപുട്ട് കിട്ടൂല നമ്മൾ പഠിച്ചാണ്. അപ്പൊ കമ്പനീന്റെ ടേൺ ഓവർ നോക്കിയ സമയത്ത് 6 ലക്ഷത്തോളം എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഫുൾ ഇൻപുട്ടും തീരെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കാരണം എന്താ? എക്സംപ്ഷനിൽ ഇൻപുട്ട് കിട്ടൂല. എന്നാൽ ഫുള്ള് ഒഴിവാക്കാൻ പറ്റുമോ? അതും പറ്റൂല. കാരണം എന്താ? കമ്പനിക്ക് എന്തുണ്ട്? 4 ലക്ഷത്തോളം ടാക്സബിളും ഉണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷനായി. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് എന്ത് പറഞ്ഞത്? ഇത്തരത്തിലുള്ള കോമൺ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ കോമൺ ഇൻപുട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊപ്പോർഷണലി ഡിഡക്റ്റ് ചെയ്യുക. എങ്ങനെ ഈ പ്രൊപ്പോർഷൻ എടുക്കേണ്ടത്? നിങ്ങൾ ആ കോമൺ എക്സ്പെൻസിനെ എടുക്കുക. 50,000 ആണ് കോമൺ എക്സ്പെൻസ് അല്ല, കോമൺ ഇൻപുട്ട്. ഓക്കെ, കോമൺ ഇൻപുട്ട്. ആ കോമൺ ഇൻപുട്ടിനെ ആദ്യം എന്ത് ചെയ്യുക? ടാക്സബിളിന്റെ പോർഷൻ ആക്കി മാറ്റുക. ഇവിടെ ടാക്സബിളിന്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളത്? 4 ആണ് ടാക്സബിൾ പോർഷൻ അല്ലേ. 4 ബൈ എത്രയില്? 10. 6 + 4 ഇത് 10. ടോട്ടൽ 6 + 4. അതിൽ 4 ടാക്സബിളും 6 എക്സംപ്റ്റഡും. സോ 4/10 ഇൻറ്റു 50,000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അതാണ് എന്ത്? എടുക്കാൻ പറ്റുന്ന ഇൻപുട്ട്, ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട്. അത്രയേ ഉള്ളൂ. ബാക്കി ഇൻപുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് 20,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. 30,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഓഫ് സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇൻപുട്ട് എത്ര വർഷം വരെ എടുക്കാൻ പറ്റും? ഒരുപാട് പേരുടെ കൺഫ്യൂഷനാണ്. അതായത് ഏതെങ്കിലും വർഷം ഒരു 2-3-4 കൊല്ലത്തെ പഴയ ബില്ലൊക്കെ എടുത്തിട്ട് ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നത് 5 വർഷം മുന്നേ വരെയുള്ളത് വരെയാണ്. ഓക്കെ, 5 ഇയേഴ്സ് ബാക്ക് വരെയുള്ള അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഓഫ് കലണ്ടർ ഇയർ വരെയുള്ള ഇൻപുട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ 2025 നിങ്ങൾക്ക് ഒരു ബില്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് നിങ്ങൾക്ക് ഏത് വരെ എടുക്കാം? 2030 വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. 2031 എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ 2025 കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഏത് വരെയുള്ള ഇൻപുട്ടേ എടുക്കാൻ പറ്റുള്ളായിരുന്നു? 2020 വരെയുള്ളത്. ഓക്കെ,
ഇപ്പൊ 2019 ഏതെങ്കിലും ബില്ല് നിങ്ങളെ കമ്പനിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. 2019 നിങ്ങളെ പർച്ചേസ്, ആ 2019 പർച്ചേസിന് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ എടുക്കാൻ പറ്റൂല. അതിന്റെ പീരീഡ് കഴിഞ്ഞു പോയി. 2024 വരെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി 2025 കഴിയുന്നതോടുകൂടി നമ്മൾ 2026 എത്തിക്കഴിഞ്ഞാൽ 2020 ഏതെങ്കിലും പർച്ചേസ് ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ 5 വർഷത്തെ ഗ്യാപ്പാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ ഈ 2025 ഏതെങ്കിലും ഈ ബില്ലൊക്കെ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പർച്ചേസ് ബില്ല് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നിങ്ങൾക്ക് മിസ്സായി പോയി, നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. അപ്പൊ അത് ഓരോ വർഷം ക്ലെയിം ചെയ്യുന്നതിന് ഒരു വേറൊരു പരിപാടി കൂടി ഉണ്ട്. നമുക്ക് ഡിസ്ക്ലോഷർ ചെയ്യേണ്ട കേസൊക്കെ ഉണ്ട്. ചില ഇൻപുട്ടുകൾ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം ക്ലെയിം ചെയ്യാൻ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്തില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ മാസത്തെ വാറ്റ് റിട്ടേണിൽ നിങ്ങൾ ഒരു ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി. ഡിസംബർ മാസത്തെ വാറ്റ് റിട്ടേണിൽ നിങ്ങൾ ഒരു ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി. നിങ്ങൾ മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ നിങ്ങൾ ഒരു ഇൻപുട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി. പർച്ചേസിന്റെ ബില്ല് നിങ്ങൾ കാണിക്കാൻ അല്ലെങ്കിൽ പർച്ചേസിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ എന്താ, അടുത്ത വാറ്റ് റിട്ടേൺ, അതായത് ഡിസംബറിന് ശേഷം വരുന്ന ജനുവരി മാസത്തിന്റെ വാറ്റ് റിട്ടേണിൽ കാണിക്കലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ജനുവരിയിൽ വിട്ടുപോയി കഴിഞ്ഞാൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ കാണിക്കാൻ പറ്റൂല എന്നല്ല, പക്ഷെ ഇറ്റ് ഈസ് ബെറ്റർ എയർലിയസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. വൈകും തോറും നിങ്ങളുടെ ഡിസ്ക്ലോഷറും കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങളും കൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷെ എന്തുവരെ പോകാൻ പറ്റും, 5 വർഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. ഓക്കെ, സോ അതാണ് മറ്റൊരു കേസ്. ഇനി വേറൊരു സെഷൻ, ഒരു വട്ടം നമ്മളോട് ചോദിച്ച കേസാണ്, ഡൗട്ട് ചോദിച്ചിരുന്നു. അതായത് ഇൻപുട്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വേറൊരു കേസാണ്, നോൺ പേയ്മെന്റ് മോർ ദാൻ 12 months ഇൻപുട്ട് നീഡ് ടു റിവൈസ് എന്നുള്ള കേസ്. അതായത് നിങ്ങളൊരു പെർട്ടിക്കുലർ ഐറ്റം പർച്ചേസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് ചെയ്ത് നിങ്ങൾ ആ പാർട്ടിക്ക് 12 മാസത്തോളായിട്ട് ആ പാർട്ടിനെ ക്രെഡിറ്റിലിട്ടു. അതായത് എന്ത് ചെയ്തില്ല, പേയ്മെന്റ് കൊടുത്തില്ല. ഈ ഒരു പാർട്ടിക്ക് 12 മാസമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തില്ല, പേയ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഈ പാർട്ടിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന്റെ ഇൻപുട്ട് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 12 മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ 12ാമത്തെ മാസം എന്ത് ചെയ്യണം, ആ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, സോ ആ ഇൻപുട്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യാൻ എന്താ, ഇൻപുട്ടിനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 12 മാസം കഴിഞ്ഞിട്ട് ശേഷം ചെയ്യുന്ന വാറ്റ് റിട്ടേണിൽ നിങ്ങളുടെ ശരിക്കും കിട്ടേണ്ട ഇൻപുട്ട് എന്ത് ചെയ്യുക, ആ എമൗണ്ട് കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുക, കൂട്ടി കാണിക്കുക. രണ്ടാലൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം. അപ്പോൾ 12 months വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോൺ പേയ്മെന്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പർച്ചേസ് പാർട്ടിക്ക് മിനിമം സൗദി അറേബ്യയിൽ പറയുന്നത് എത്രയാണ്, മിനിമം എന്നല്ല മാക്സിമം നിങ്ങൾ 12 മാസത്തിനുള്ളിൽ പേയ്മെന്റ് നടത്തിയിരിക്കണം എന്നാണ് റൂള്. ഓക്കെ, 12 months വരെ ക്രെഡിറ്റ് പീരീഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. 12 monthsന്റെ മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് പീരീഡ് കൊടുക്കാം. അത് നിങ്ങളും ആ കമ്പനിയും തമ്മിലുള്ള ഇതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറൊരു സംശയം തോന്നി, ഞാനൊരു പർച്ചേസ് ചെയ്തു, ഒരു പാർട്ടിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, 12 മാസമായിട്ട് ഞാൻ ഈ പാർട്ടിക്ക് എന്ത് ചെയ്തില്ല, പേയ്മെന്റ് നടത്തിയില്ല. അങ്ങനെ ഞാൻ 13ാമത്തെ മാസം ഞാൻ എന്ത് ചെയ്തു, ആ പാർട്ടിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ടൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ പാർട്ടിക്ക് പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, 13ാമത്തെ മാസം ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, ഇൻപുട്ട് റിവേഴ്സ് ചെയ്തു. അങ്ങനെ ഇൻപുട്ട് റിവേഴ്സ് ചെയ്തു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടിക്ക് എന്ത് ചെയ്തു, പേയ്മെന്റ് കൊടുത്തു, ശരിക്കും പേയ്മെന്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻപുട്ട് റീക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ ഒരട്ടം റിവേഴ്സ് ചെയ്ത് വീണ്ടും എനിക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരട്ടം ഇൻപുട്ട് എടുത്തു, 12 മാസമായിട്ടും പേയ്മെന്റ് കൊടുത്തില്ല, അപ്പൊ ഞാൻ റിവേഴ്സ് ചെയ്തു പിന്നെ 2 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടിക്ക് പേയ്മെന്റ് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പർച്ചേസിന്റെ ആദ്യം ഞാൻ എടുത്ത ഇൻപുട്ട് എനിക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റുമോ, റീക്ലെയിം ചെയ്യാനും പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീക്ലെയിം ചെയ്യാനും പറ്റും. അപ്പൊ നോൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 12 മാസത്തോളം ഇൻപുട്ട് നോൺ ക്ലെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്പ് കാര്യങ്ങളൊക്കെ പോകണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് കാര്യങ്ങളാണ്. ഇനി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് അതിനു മുന്നേ അതിലേക്ക് നമുക്ക് പോവാം. 1 second. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ. ഓക്കെ, ഇന്ന് പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങൾക്ക് പ്രാക്ടിക്കലി ശരിക്കും ആവശ്യമുള്ള സാധനങ്ങളാണ്, ശരിക്കും ആവശ്യമുള്ളതാണ്. ഐ മീൻ
വെറുതെ നിങ്ങൾ എവിടെയും വർക്ക് ചെയ്യാതിരിക്കാനൊന്നും പോസിബിലിറ്റി ഇല്ല. എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നിർബന്ധമായിട്ടും പ്രാക്ടിക്കലി മുന്നിൽ വന്നു പോകുന്ന സാധനമാണ്. അതിൽ ആദ്യം ഈ ഇൻപുട്ടിന്റെ ബ്ലോക്കഡിന്റെ കേസാണ്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ 2 പോയിന്റുകളാണ്. ഓക്കെ, നമ്മൾ ഒറ്റ മിനിറ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് ആൻസർ പറയാം. ആൻസർ റൈസ് ചെയ്ത് ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്റർടൈൻമെന്റ് റിലേറ്റഡ്, കാറ്ററിംഗ് റിലേറ്റഡ് ഇൻപുട്ട് ബ്ലോക്ക് ചെയ്തു എന്നുള്ളത്. പിന്നെ ടാക്സ് പേയബിൾ, അതിൽ ഞാൻ പറഞ്ഞു 2 അപ്രോച്ചുകളുണ്ട്. ഇൻവോയ്സ് ബേസിസ് അല്ലെങ്കിൽ അക്രൂവൽ ബേസിസും ഉണ്ട്, അതുപോലെ ക്യാഷ് ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ള കേസ്. അപ്പോൾ അത് രണ്ടും ഒരിക്കലും മറക്കരുത്. ക്യാഷ് ബേസിസിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യണം എന്നുള്ള കേസും, അതുപോലെ 5 മില്യൺ ടേൺ ഓവറിന്റെ കേസും മറക്കരുത്. 5 മില്യന്റെ താഴെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാഷ് ബേസിസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കേസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിലേക്ക് പോയത്, പ്രൊപ്പോർഷണൽ ഡിഡക്ഷൻ മെത്തേഡ് ഓഫ് ഇൻപുട്ട് ടാക്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കമ്പനിക്ക് ടാക്സബിളും എക്സംപ്റ്റഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ, രണ്ടും സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ കോമൺ ഇൻപുട്ടിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബൈഫർക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ, ഇക്വേഷനിൽ പ്രൊപ്പോർഷണലി എന്ത് ചെയ്യുക, മുറിക്കണം. ഓക്കെ, അപ്പൊ അത് മുറിക്കാനുള്ള ഇക്വേഷൻ എന്താ, ടോട്ടൽ കോമൺ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോമൺ ഇൻപുട്ടിന് എടുക്കുക. കോമൺ ഇൻപുട്ട് ഇൻറ്റു ടാക്സബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് കിട്ടും. ഓക്കെ, ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട്. ബാക്കിയുള്ള ഇൻപുട്ട് ആയിരിക്കും എന്ത്, ഈ കോമൺ ഇൻപുട്ടിൽ ബാക്കിയുള്ള ഇൻപുട്ട് ആയിരിക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്തത്. ഏതുപോലെ നമ്മൾ ഈ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ. ഓക്കെ, ഓർമ്മ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞേ, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പീരീഡ് നമ്മൾ പറഞ്ഞു 5 വർഷം വരെയാണ് എന്ത്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ടൈം പീരീഡ്. അതിനുശേഷം 12 മന്ത്സിന്റെ കേസും പറഞ്ഞു. 12 മാസം വരെ നമുക്ക് എന്തുള്ളൂ, നോൺ പേയ്മെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് 12 മാസം വരെ ഉള്ളൂ. 12 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവണം. 12 മാസം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇനി ഡൗട്ട് പറയും. സർ 2-3 ഡൗട്ട് ഉണ്ട്. പറയും. അതായത് ഞാൻ ലാസ്റ്റ് ഒന്ന് തുടങ്ങാം. ഈ 12 മന്തിന്റെ പറഞ്ഞല്ലോ, 12 മന്തിൽ പറഞ്ഞപ്പോൾ ഇത് ഫുള്ളി പെയ്ഡ് എന്നാണോ പാർഷ്യലി പെയ്ഡ് എന്നുള്ള ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ റിട്ടൻഷൻ എമൗണ്ട് ഒക്കെ കീപ്പ് ചെയ്യും. അതെന്താ വെച്ചാല്, പാർഷ്യലി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ പാർഷ്യലി പെയ്ഡിന്റെ എമൗണ്ടിന്റെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? അതുമായി പ്രൊപ്പോർഷണലി ഇൻപുട്ട് എത്രയാണോ അത് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 10 റിയാലാണെന്നുണ്ടെങ്കിൽ 10 റിയാലിൽ നിങ്ങൾ 5 റിയാൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 റിയാലിന്റെ 15% ഇൻപുട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ബാക്കി ക്ലെയിം ചെയ്യാത്ത അല്ലെങ്കിൽ പേ ചെയ്യാത്ത 5 റിയാലിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സോ ഈ കേസിൽ സർ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ബിഗ് സ്കെയിലുള്ള പ്രൊജക്റ്റിലൊക്കെ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് റിട്ടൻഷൻ ആയിട്ട് കീപ്പ് ചെയ്യും. മീൻ ആഫ്റ്റർ ഹാൻഡിങ് ഓവർ റിട്ടൻഷൻ മണീൻ്റെ ആയിട്ടുണ്ടാവും. സോ അത് വരുന്നത് ചിലപ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ് ഓർ ആഫ്റ്റർ 10 ഇയേഴ്സ് എന്നൊക്കെ ഉള്ള ക്ലോസിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ നമ്മളുടെ പീരീഡ് 5 ഇയർ എന്ന് പറഞ്ഞൊരു ആ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? പക്ഷെ അവിടെ എന്താ അറിയോ, ഈ നിങ്ങൾ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്റ്റിലും വലിയ വർക്കിലൊക്കെ ഉള്ള റിട്ടൻഷൻ മണീനെ ആക്ച്വലി നമ്മൾ ഈ രീതിയിൽ പരിഗണിക്കണില്ല. അതായത് ഈ പർച്ചേസിന്റെ ഇൻപുട്ട് പോലെ നമ്മൾ കാണുന്നില്ല. റിട്ടൻഷൻ മണി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള മണിയല്ലേ നിങ്ങൾ റിട്ടൻഷൻ മണി എന്ന് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ ആ മണീനെ നമ്മൾ ഈ ഇൻപുട്ടിലേക്ക് ക്ലെയിം ഈ കൂട്ടത്തിലേക്ക് പരിഗണിക്കണ്ട. ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ ട്രേഡിംഗ് ബിസിനസ്സിലുള്ള ആൾക്കാരൊക്കെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കാണ് ഇത് കൂടുതൽ അപ്ലിക്കബിൾ. റിട്ടൻഷൻ മണിയിൽ നിങ്ങൾ ഇതിലേക്ക് എടുക്കുകയേ വേണ്ട, അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യന്, നമ്മൾ ഈ ഫുഡിന്റെ കേസ് പറഞ്ഞല്ലോ, കാറ്ററിംഗ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞല്ലോ. സോ ഒരു നല്ല വോളിയം ഉള്ള അല്ലെങ്കിൽ നല്ല എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ്. എനിക്കൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് നോർമലി ഉള്ള ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഒരു സെർട്ടൺ പ്രൊജക്റ്റിലെ കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിരുന്നു എംപ്ലോയീസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ആ കോൺട്രാക്ട് ഗവൺമെന്റ് കോൺട്രാക്ട് ആയിരുന്നോ? പാർഷ്യലി ഈ അമാല പ്രൊജക്ടുകൾ എന്നൊക്കെ പറയില്ല, PAF-ന്റെ അണ്ടറിലുള്ള പ്രൊജക്ടുകളാണ്. അവിടെ വിഷയം എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഇതാണ് മൂപ്പര് പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് മൂപ്പര് പറയുന്നത്. അതായത് ഇപ്പൊ ഇൻപുട്ടിൽ നമ്മൾ പറഞ്ഞു കാറ്ററിംഗ് ഹോട്ടൽസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പറയും, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് ഇത് കൊടുക്കണം, അല്ലെങ്കിൽ ഫുഡ് കാറ്ററിങ്സ് കൊടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഗവൺമെന്റ് ബാക്ക് ചെയ്യുന്ന കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിൽ
ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അതായത് ഗവൺമെന്റ് റൂളിൽ പറയാണ്, ഈ പറഞ്ഞ പെർട്ടിക്കുലർ പരിപാടി നിങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റുമായി ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ, ഈ കോൺട്രാക്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം, കാറ്ററിംഗ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ ഫുഡ് നിങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. അത് ഫുഡ് മാത്രമല്ല, ഈവൻ ഇൻഷുറൻസിന്റെ കേസ് എന്ത് ചെയ്യും, ചില സമയത്ത് ഗവൺമെന്റ് പറയും കോൺട്രാക്റ്റിൽ ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ ഫുഡ് വേണം എന്ന് ആ കോൺട്രാക്റ്റിൽ ഗവൺമെന്റ് പറയുകയാണെങ്കിൽ അത് ഈവൻ ബ്ലോക്ക്ഡ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം, ഒരു കുഴപ്പമില്ല, ക്ലെയിം ചെയ്യാം. പക്ഷെ ഗവൺമെന്റ് കോൺട്രാക്ട് അല്ല, പ്രൈവറ്റ് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഒരു ഫുഡ് കൊടുക്കണം എന്ന് എഴുതി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അത് കോൺട്രാക്ട് ആരാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗവൺമെന്റ് കോൺട്രാക്ട് ആണെങ്കിൽ, കാറ്ററിംഗ് ആണ് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. പ്രൈവറ്റ് കോൺട്രാക്ട് ആണെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? പിന്നെ അതേപോലെ ഒരു ഏരിയ വിട്ടിട്ടുണ്ടോന്ന്, കാരണം നമ്മൾ ഈ വാറ്റ് ക്ലെയിം ചെയ്യുന്ന വാറ്റ് പേയ്മെന്റ് ഇല്ലേ, വാറ്റ് പേയ്മെന്റിന്റെ സമയത്ത് ഞങ്ങൾ ഈ ഗവൺമെന്റ് പ്രൊജക്റ്റിലേക്ക് തന്നെ ആ വാറ്റിന്റെ എമൗണ്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഗവൺമെന്റ് പ്രൊജക്ടിന്റെ റിസീവബിൾ കിട്ടിയതിന് ശേഷം മാത്രമേ അത് നമ്മൾ പേ ചെയ്യാറുള്ളൂ. അങ്ങനെ ക്ലോസ് ഉണ്ടോ? അതായത് നമ്മൾ റിസീവബിൾ ഉണ്ട് നമുക്കൊരു ഗവൺമെന്റ് പ്രൊജക്റ്റിൽ, മീൻസ് ജനുവരിയിൽ നമ്മളൊരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. സോ നമ്മൾ ആ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട, ആ വർഷം ആ മാസം ഫയൽ ചെയ്യേണ്ട, കാരണം അതിന്റെ റിസീവബിൾ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട്. സോ എന്നാണോ ആഫ്റ്റർ 6 months ആണ് അവർ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം നമ്മൾ വാറ്റ് പേ ചെയ്താൽ മതി. അത് അഗൈൻ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കോൺട്രാക്ട് ആവുന്ന സമയത്തുള്ള കേസാണ്. നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യണ്ട. ഞാൻ ആ സമയത്ത് പറഞ്ഞത് ഗവൺമെന്റ് കോൺട്രാക്റ്റിൽ നമ്മൾ ഇനിയും 2-3 കേസുകൾ കൂടി പറയണ്ട്. അതായത് സൗദി സിറ്റിസൺസിന് ഗവൺമെന്റ് കൊടുക്കുന്ന കുറെ പരിഗണനയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസിന്റെ കേസ്, ഹോസ്പിറ്റൽ ബില്ലിൽ നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് ഇൻപുട്ട് ബെയർ ചെയ്യേണ്ട കേസ്, അല്ലെങ്കിൽ ടാക്സ് ബെയർ ചെയ്യേണ്ട കേസ് ഉണ്ട്. എഡ്യൂക്കേഷന് അതൊക്കെ നമ്മൾ സൗദി സിറ്റിസന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ബെയർ ചെയ്യേണ്ട കേസ് ഉണ്ട്. അതുപോലെ ഇൻഷുറൻസ്, അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ കേസ്, ഇതൊക്കെ ഗവൺമെന്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അതും സൗദി സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഈ പറഞ്ഞ വാറ്റ് ബെയർ ചെയ്യേണ്ടതും, വാറ്റിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ റിസീവ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി എന്നുള്ള കേസൊക്കെ ഉണ്ട്. നമുക്ക് ഗവൺമെന്റിനുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ പറയാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ പറയും. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ റിട്ടേൺസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ഈ റിട്ടേൺഷൻ ഞങ്ങളിവിടെ ഞാൻ കണ്ടിട്ടുള്ളതില് ബിഫോർ വാറ്റിനുള്ള ആ എമൗണ്ടിന്റെ റിട്ടേൺഷൻ 10% അത് ആസ് പെർ ദ PO അത് മാറ്റി വെക്കുക. അത് ഓക്കെ, അത് അവർ ചിലപ്പോൾ 5 വർഷമോ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും തരുന്നത്. പേയ്മെന്റ് കസ്റ്റമർ സാധാരണ പേയ്മെന്റ് ചെയ്യുന്നത് ബിഫോർ വാറ്റിനുള്ള എമൗണ്ടും വാറ്റ് എമൗണ്ടും കൂടെ ചേർത്തിട്ടാണ് അവർ കസ്റ്റമർ പേ ചെയ്യുന്നത്. അത് ഒരു 90 days 60 days ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതായിരിക്കില്ലേ റിട്ടൻഷൻ ഉദ്ദേശിക്കുന്നത്? അത് റിട്ടൻഷൻ വിത്ത് വാറ്റോട് കൂടി മാറ്റി വെക്കാറുണ്ടോ? ഇല്ല, അല്ലല്ല, ഇല്ല, നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞാണോ? റിട്ടൻഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇൻവോയ്സ് ചെയ്യുന്ന എമൗണ്ടിൽ ക്ലോസ് ഉണ്ടാവും, 10% റിട്ടൻഷൻ കീപ്പ് ചെയ്യണം എന്നുള്ള രീതി. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അതെ, അതെനിക്ക് മനസ്സിലായി. 10% കീപ്പ് ചെയ്യണം. ഇത് വിത്ത് വാറ്റ് എമൗണ്ട് കൂടിയാണോ അത് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂയുടെ 10% ആണോ കീപ്പ് ചെയ്യുന്നത്, അതോ ബേസിക് വാല്യൂ? ഇൻവോയ്സ് വാല്യൂ അല്ല, ടോട്ടൽ വർക്ക് എക്സിക്യൂട്ടഡിന്റെ ആണ്. അതെ, അതായത് ഞങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് കിട്ടുന്നത് ബേസിക് വാല്യൂ പ്ലസ് വാറ്റ് എമൗണ്ട്. അതായത് ബേസിക് വാല്യൂടെ എന്ന് വെച്ചിരുന്നാൽ 10% ബേസിക് വാല്യൂടെ മാറ്റി വെക്കും. അത് ഉടനെ തരില്ല. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവോ ഈ പറഞ്ഞ റിട്ടൻഷൻ എമൗണ്ട് കഴിഞ്ഞിട്ട് ബാലൻസ് എമൗണ്ട് മേലേക്കാരം അല്ലേ? അതെ, അത് കിട്ടും, അത് കുഴപ്പമില്ല, ചെയ്തോളി. ഈ പറഞ്ഞ എമൗണ്ട് റിട്ടൻഷൻ മണി സെപ്പറേറ്റ്ലി കീപ്പ് ചെയ്യുന്നതാണ്. നമ്മളൊരു കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും റിട്ടൻഷൻ മണി ആയിട്ട് ഇത്ര എമൗണ്ട് കീപ്പ് ചെയ്യണം. അതിലുള്ള വാറ്റിന്റെ കാര്യങ്ങളെ നോക്കണ്ട നിങ്ങള്. 10% ഓഫ് വർക്ക് എക്സിക്യൂട്ടഡ് ആയിരിക്കും ക്ലോസ്. അതെ. പിന്നെ വേറൊന്നുണ്ട്, ഇതുവരെ അത് പറഞ്ഞില്ല, ഇനി പറയാൻ പോകണമെന്ന് എനിക്കറിയില്ല. ഈ അഡ്വാൻസ് പേയ്മെന്റ് കളക്ട് ചെയ്യുമ്പോഴേ, അല്ലെ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത്, അത് അഡ്വാൻസ് പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന കസ്റ്റമറെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് അവരൊരു ടാക്സ് ഇൻവോയ്സ് ചോദിക്കും. അപ്പോൾ നമ്മൾ ERP-യിൽ അങ്ങനെ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എവിടെയും പോസ്റ്റ് ആവില്ല. പക്ഷെ ഈ ടാക്സ് ഈ അഡ്വാൻസ് പേയ്മെന്റ് ഇൻവോയ്സിന്റെ ബേസ് ആയിരിക്കും അവർ അഡ്വാൻസ് പേ ചെയ്യുന്നത്. ആ സമയം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതിന് നമ്മൾ വാറ്റ് പേ ചെയ്യണമെന്നാണ്. അത് അഡ്വാൻസ് വാറ്റ് പേ ചെയ്യണം. പിന്നെ റിക്കവർ ചെയ്യലാണ് ഈച്ച് ഇൻവോയ്സ് നോർമലി അങ്ങനെ. അതെ.
അത് അതന്നെ അടുത്ത പറഞ്ഞത്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലേക്ക് ഓഫ്സെറ്റ് ചെയ്യും ഓഫ്സെറ്റ് ചെയ്താ പോവാ. ഓഫ്സെറ്റ് ആയി പോകും. Yes, അങ്ങനെയാണ്. ഓക്കെ. ഓക്കെ. ഇതുവരെ അത് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ടാക്സബിൾ സപ്ലൈന്റെ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ടാക്സബിൾ സപ്ലൈ വാല്യൂ ഓഫ് സപ്ലൈ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർമ്മിച്ചു. അഡ്വാൻസിന്റെ കേസിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നാളെ കാണാം. ശരിയാണ്. ഓക്കെ. ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇനി ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടാ. ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ആർക്കും ഇല്ലാന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഓക്കെ.